വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പോസ് എന്ന് പറയുന്ന ഫ്രൈഡേ ഈവനിങ് ടോക്ക് സീരീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പക്ഷേ നമ്മൾ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ടൈംസ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത ഒരു സമയത്ത് കൂടെയാണ്, കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ആരും ഇതിന് എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. വി വർ ഇൻ പ്രിപ്പയർഡ് ഫോർ ദിസ്, വി വർ ഇൻ റെഡി ഫോർ ദിസ്, അല്ലെ? ഒരുപക്ഷെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജാനുവരി ഫെബ്രുവരി 2020 നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും, വീട്ടിലിരുന്ന് ജോലി എടുക്കേണ്ടി വരും, ഒരു കാരണവശാലും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല, നമ്മുടെ അടുത്തുള്ള സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെയോ കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ചടങ്ങിനോ നമുക്ക് ഭാഗമാവാൻ സാധിക്കില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ ചിന്താഗതികളും കുറച്ച് നെഗറ്റീവായിട്ടോ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റെസ്പോൺസുകളിൽ കൂടെയും ചിന്താഗതികളിൽ കൂടെയും പോയിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീ പി വിജയൻ IPS അവരുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ നിങ്ങളുടെയൊക്കെ തോട്ട് പ്രോസസ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും തോട്ട് പ്രോസസ് എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഒരു പോസിറ്റീവ് ആയിട്ടും ഒരു ക്രിയേറ്റീവ് ആയിട്ടും ഒരു ഉപയോഗപ്രദമായിട്ടും എങ്ങനെ നെഗറ്റിവിറ്റി മാറ്റി വെച്ചുകൊണ്ട് എങ്ങനെ അത് ഡൈവേർട്ട് ചെയ്ത് പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാമെന്നും, ഈ ഇങ്ങനത്തെ കാലഘട്ടത്തെ ഒരിക്കലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇനി നമുക്ക് ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ഇങ്ങനെ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. എന്നിരുന്നാൽ കൂടെ നമ്മൾ എങ്ങനെ ഇങ്ങനത്തെ കാലഘട്ടം ബ്രേവ് ആയിട്ട് ഫേസ് ചെയ്യും, ബോൾഡ് ആയിട്ട് ഫേസ് ചെയ്യും, അതിനെങ്ങനെ നമ്മളെ യുവജനങ്ങളെ ഇൻസ്പയർ ചെയ്യാം എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയാണ് ശ്രീ പി വിജയൻ IPS അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഐഡിയ ഷെയർ ചെയ്യുകയും ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വി കെയിം ടുഗദർ with this novel idea called Pause Friday Talk Series under Mission Better Tomorrow എന്ന് പറയുന്ന ബാനറിൽ. ലെറ്റ് മീ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു നിങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ചെറിയ നല്ല മനസ്സുകളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സെഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങളായ എഞ്ചിനീയർ ആനന്ദമണി അവർകളാണ്. ഹീസ് ഫ്രം കാലിക്കറ്റ്. അദ്ദേഹം വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണ് കാലിക്കറ്റിൽ. നിരഞ്ജന മേനൻ ഹയർ സ്റ്റഡീസ് UK നിന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഷീ ഈസ് ആൻ സിവിൽ സർവീസ് ആസ്പിറന്റ്. ആര്യ എന്താ പറയാ ORC അവർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ചിൽഡ്രന്റെ ഒരു ഓഫീസറാണ് ആര്യ ചന്ദ്ര. മറ്റംഗങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ മറ്റംഗങ്ങൾ, ഇതിന്റെ പുറകിലുള്ള റിസർച്ച് ടീം നിങ്ങൾക്ക് തക്കതായ ടോപ്പിക്കുകൾ എല്ലാ വെള്ളിയാഴ്ചകളിലും അതിന് പറ്റിയ കറക്റ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സിനെ കൊണ്ടുവരികയും അതിന്റെ ടോപ്പിക്കുകൾ ഡിസൈഡ് ചെയ്യും ഒരു റിസർച്ച് ടീമാണ്. മുഹമ്മദ് സൈഫിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയായിരിക്കും, ORCയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണ്. ആനന്ദ് ഹരിദാസ് ഇസ് എ ഫ്രീലാൻസ് റൈറ്റർ ആൻഡ് വാസ് ഫോർമർലി വിത്ത് ഹിന്ദു പത്രത്തിന്റെ കൂടെ. അമൃത് G. കുമാർ പ്രൊഫസറാണ് ഫ്രം കാസർഗോഡ്. മൈസെൽഫ് രഞ്ജിത്ത് വാര്യർ ഫ്രം എറണാകുളം. ഹരീഷ് K. സദ്ഭാവന ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലീഡറാണ് അദ്ദേഹം. ഹി ഈസ് ദ CEO ഓഫ് സദ്ഭാവന ഫ്രം കോഴിക്കോട്. വിജയ് ഭാസ്കർ G. is also a chartered accountant from എറണാകുളം എന്നെ പോലെ. കവിരാജ് നായർ IBS ടെക്നോളജീസ് ടെക്നോ പാർക്ക് ഇൻ ട്രിവാൻഡ്രത്തിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. രോഹിത് ഫിലിപ്പ് is also another an IT person.
ഇതിന്റെ പുറയിലുള്ള നിങ്ങൾക്ക് കാണാം ഈ ബാനേഴ്സ്, പോസ്റ്റേഴ്സ്, വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഡാനിഷ് ഫ്രം കാലിക്കറ്റ്, പ്രശാന്ത് ചന്ദ്രൻ, ബൈജു ബാബു ഫ്രം ട്രിവാൻഡ്രം. സോ ദിസ് ഇസ് ഇൻ ഷോർട്ട് ഓഫ് അവർ ടീം. നിങ്ങൾക്ക് ഇന്നത്തെ ടോപ്പിക് മോൾഡിംഗ് എക്സലൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിന് മുമ്പ് ഞാൻ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ടീച്ചേഴ്സ് ഡേ ആണ് നാളെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഒരു ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനും അവരെ എല്ലാവരെയും വളരെയധികം ബഹുമാനത്തോടു കൂടി ഈ നിമിഷം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ മനസ്സോടുകൂടി നമ്മുടെ എല്ലാം ഗുരുക്കന്മാരെ ഞാൻ ഈ വേളയിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് നമുക്ക് വളരെ കോയിൻസിഡൻ്റൽ ആയിട്ട് വളരെ നല്ല 2 സ്പീക്കേഴ്സ് ആണ്, വളരെ നല്ല ഒരു ഫേമസ് പേഴ്സണാലിറ്റീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന 2 വ്യക്തിത്വങ്ങളാണ് നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനും സംസാരിക്കാനും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ സ്പീക്കർ നമ്പർ 1, എമിനന്റ് ഫാക്കൽറ്റി നമ്പർ 1 എന്ന് പറയുന്നത് പ്രൊഫസർ ഡോക്ടർ തോമസ് മാത്യു സർ ആണ്. സാറ് ഇപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ആണ്. പ്രോബബ്ലി സദേൺ കേരളയുടെ ഒരുമാതിരി എല്ലാ മെഡിക്കൽ കോളേജുകളിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, ഇടുക്കി ആൻഡ് എറണാകുളം. അദ്ദേഹം വേരിയസ് ഗവൺമെന്റ് പ്രോജക്ട്സുകളുടെയും ഇനിഷ്യേറ്റീവ്സിന്റെയും ഒക്കെ ചെയർമാനായിട്ടും ഡയറക്ടറായിട്ടും നോഡൽ ഓഫീസറുമായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് നിരവധി സ്റ്റേറ്റ് അവാർഡുകൾ അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ തേടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം റിസർച്ച് സൈഡ് ഓഫ് ദി ആംഗിൾ ആണെങ്കിൽ അദ്ദേഹം 15ഓളം നാഷണൽ പ്രോജക്റ്റിന് നേതൃത്വം നൽകി, 12ഓളം സ്റ്റേറ്റ് പ്രോജക്ട്സിന് നേതൃത്വം നൽകി. അദ്ദേഹം നിരവധി ബുക്സ്, ജേർണൽസ്, ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉപരി എന്നെ സംബന്ധിച്ച് വേറൊരു മോട്ടിവേഷണൽ കാര്യമായിട്ട് ഇതിനൊന്നും സമയം ഒരുപക്ഷെ തികയാണ്ടാണ്. അദ്ദേഹം 1985 തൊട്ടിട്ട് 1985 തൊട്ടിട്ട് അദ്ദേഹം ഒരു ആക്ടറായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഒരു റൈറ്ററാണ്, പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്. ടു എൻ നമ്പർ ഓഫ് റേഡിയോ പ്രോഗ്രാംസ്, TV പ്രോഗ്രാംസ്, സ്റ്റേജ് നാടകങ്ങൾ, തിയേറ്റേഴ്സിന്, അതേപോലെ സിനിമകൾക്ക്, ഫിലിംസിന്. ആയുർരേഖ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടോക്ക് ഷോന് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. ഹി വാസ് ദ ഹോസ്റ്റ് 2005 വരെ, 98 തൊട്ട് 2005 വരെ സൂര്യ TV-യിൽ. അദ്ദേഹം 100ഓളം നാടകങ്ങൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 2011 തൊട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു മാസം ഒരു നാടകം വെച്ചിട്ട് അദ്ദേഹം. ഇതേപോലെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നമുക്കിന്ന് പ്രൊഫസർ ഡോക്ടർ തോമസ് മാത്യു സർ. വളരെയധികം നന്ദി, വളരെയധികം സന്തോഷം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കൂടെ, യുവജനങ്ങളുടെ കൂടെയും ഞങ്ങളെപ്പോലെ കുറച്ചുപേരുടെ കൂടെയും സമയം അദ്ദേഹം ഇന്ന് കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ തീരുമാനിച്ചതിൽ വളരെയധികം നന്ദി. ആൻഡ് എ വെരി വാം വെൽക്കം ടു യു സർ. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ മുഖ്യ അതിഥി അല്ലെങ്കിൽ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അനദർ ഒരു പേഴ്സണാലിറ്റി, സ്റ്റാലിംഗ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന രാജേഷ് നായർ അവർകളാണ്. ഹീസ് കറന്റ്ലി അദ്ദേഹം ക്വാലാലംപൂർ നിന്നാണ്, മലേഷ്യയിൽ നിന്നാണ് നമ്മുടെ അടുത്ത് നിന്ന് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം അവിടുത്തെ ഏഷ്യ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ പ്രാക്ടീസ് ഇൻ ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രൊഫസറാണ് അദ്ദേഹം. അദ്ദേഹം MIT, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, അവിടെ നിന്നാണ് അദ്ദേഹം മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഈസ് ഓൾസോ വിസിറ്റിംഗ് സ്കോളർ അറ്റ് MIT ഇപ്പോഴും. ഓൺടർപ്രണർഷിപ്പ് വർക്ക്ഷോപ്സ് അദ്ദേഹം നിരവധി നടത്തിയിരിക്കുന്നത്. ഓൺടർപ്രണേഴ്സ്, ഐഡിയാസ്, ഇന്നോവേഷൻസ്, ഇതാണ് അദ്ദേഹത്തിന്റെ കീ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളും. അദ്ദേഹം നിരവധി വർക്ക്ഷോപ്സ് ഇന്ത്യയിലും US-ലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും വിയറ്റ്നാമിലും ആയിട്ട് നിരവധി വർക്ക്ഷോപ്സ് നടത്തിയിരിക്കുന്നു. അദ്ദേഹം ഹി ഹാസ് ബീൻ എ കാറ്റലിസ്റ്റ്. അദ്ദേഹം 50ഓളം സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് രൂപീകരിക്കാൻ അദ്ദേഹം ഒരു കാരണമാണ്, കാറ്റലിസ്റ്റ് ആണ്. ഹി ഹാസ് സ്പോക്കൺ. അദ്ദേഹം UN ജനറൽ അസംബ്ലിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് TEDx ഈവൻസ്, നിങ്ങൾ TEDx എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, അതിൽ ഹി ഹാസ് ബീൻ എ കീ സ്പീക്കർ as well. രാജേഷ് നായർ സർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് all the way from Malaysia, Kuala Lumpur today evening. Thank you so much and a warm welcome to both of you. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഇന്നത്തെ ഫ്രൈഡേ ഈവനിങ് ടോക്ക് സീരീസിലേക്ക് ഒരിക്കൽ കൂടെ ഹാർദവമായ സ്വാഗതം നേരുന്നു. നമ്മുടെ വിജയൻ സാർ ഇന്ന് ലൈനിലുണ്ട്. ഞാൻ മേ ഐ ഇൻവൈറ്റ് ആൻഡ് റിക്വസ്റ്റ് അവർ വെരി ഓൺ വിജയൻ സർ ഫോർ ദി ഓപ്പണിംഗ് റിമാർക്സ് പ്ലീസ്. താങ്ക് യു രഞ്ജിത്ത്. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. നമ്മളെ പോസ്റ്റ് ടോക്ക് സീരീസിലെ
മൂന്നാമത്തെ ടോക്ക് സീരീസ്, ഫ്രൈഡേ ടോക്ക് സീരീസിലെ മൂന്നാമത്തെ ഇവന്റിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഏറെ പ്രിയങ്കരായിരിക്കുന്ന ഡോക്ടർ തോമസ് മാത്യു, ശ്രീ പ്രൊഫസർ രാജേഷ് നായർ, അതുപോലെ തന്നെ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കിലും മറ്റും യൂട്യൂബ്, ഇൻസ്റ്റാ മുതലായിരിക്കുന്ന പല മാധ്യമങ്ങളോടെയും കണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. രഞ്ജിത്ത് ബ്രീഫായിട്ട് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഇന്നത്തെ പ്രോഗ്രാം നാളെ ഉള്ള നമ്മളെ ടീച്ചേഴ്സ് ഡേയുടെ ഉള്ള ഒരു ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ഒരു ഓവറോൾ പോസ്റ്റ് സീരീസ് 3 എന്ന് പറയുന്നത് അൺലീഷിംഗ് ദി ഹ്യൂമൻ പൊട്ടൻഷ്യലാണ്. അതിന്റെ ഒരു പവർ എന്ന് പറയുന്നത് എവരി ഹ്യൂമൻ ബീയിങ് കണ്ടെയ്ൻസ് എനോർമസ് എമൗണ്ട് ഓഫ് എനർജി എന്നും അത് അൺലീഷ് ചെയ്യുന്നുള്ള ഡിഫറൻസ് ആണ് ഒരു ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ പേഴ്സണും ലെസ് ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ പേഴ്സണും എന്നുള്ള ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. ഓക്കെ, സോ ഇതിന്റെ നമ്മുടെ ഇന്ന് നമ്മുടെ ടീച്ചേഴ്സ് ഡേയില് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, ഒരു സമൂഹത്തിന്റെ ഏതൊരു വ്യക്തിത്വത്തെ വാർത്തെടുത്തിട്ടുണ്ടെങ്കിലും ആ വാർത്തെടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ടീച്ചറുടെ ആണ് അൾട്ടിമേറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഒരു കാർവിംഗ് ഔട്ട് ഓഫ് എ പേഴ്സൺ ആണ്, അയാളിൽ നിന്നുള്ള റോ മെറ്റീരിയലിൽ നിന്നും കാർവിംഗ് ഔട്ട് ചെയ്യുന്ന. അങ്ങനെ എന്നെ ഉൾപ്പെടെ ഈ സമൂഹത്തിൽ പലരെയും ഇന്നാകുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്ന എല്ലാ ടീച്ചർമാരുടെ മുമ്പിലും നമിച്ചുകൊണ്ട് ഈ നിങ്ങൾ എല്ലാവരെയും ഈ മോൾഡിംഗ് എക്സലൻസ് എന്നുള്ള ഈ ടോക്ക് സീരീസിലേക്ക്, തേർഡ് ടോക്ക് സീരീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി. ഞങ്ങളുടെ നാഷണൽ പോലീസ് അക്കാഡമിയിൽ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ നമുക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു റോം കല്ലും അതിൻ്റെ മുകളിൽ അത് മൈക്കൽ ആഞ്ചലോനെ ഒരു വേർഡിങ്സോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് മൈക്കൽ ആഞ്ചലോനോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ലൈവ്ലി ആയിരിക്കുന്ന ഒരു പ്രതിമ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന അത് വളരെ ഫേമസ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അതിൽ നിന്നും ആക്ച്വലി ഒരു പ്രതിമ ഉണ്ടാക്കല്ല, ഐ ആം ആക്ച്വലി എക്സ്ട്രാക്ടിങ് ദം ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളത്. ഞങ്ങളോട് എന്നിട്ട് പറയുന്ന ഒരു കാര്യം തന്നെ എന്തായിരുന്നു വെച്ചാൽ, പോലീസ് അക്കാഡമിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരിലും ഒരു ഫൈൻ ഓഫീസർ ഉണ്ട്, അതിനെ ചിസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കുക എന്നുള്ളത്. ഇവിടെ എല്ലാ വ്യക്തികളിലും ഒരു ഫൈൻ വ്യക്തി, ഒരു സൂപ്പർ ഫൈൻ ആയിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. പക്ഷെ അതിനെ ഫൈൻ ഔട്ട് ചെയ്തെടുക്കുന്ന, ചിസിൽ ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു എഫേർട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മഹാന്മാരായിരിക്കുന്ന പ്രൊഫസേഴ്സും ടീച്ചേഴ്സും എല്ലാം ചെയ്യുന്നത്. അതിൽ ഏറ്റവും 2 പ്രമുഖ വ്യക്തികളാണ് എൻ്റെ സുഹൃത്തുകൂടി ആയിരിക്കുന്ന ഡോക്ടർ തോമസ് മാത്യു, അതുപോലെ വളരെ ഇമിനന്റ് ആയിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കുന്ന ശ്രീ രാജേഷും, പ്രൊഫസർ രാജേഷ് നായരും നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. ഇവിടെ ഏതൊരു ടീച്ചറും അല്ലെങ്കിലും ഏതൊരു മോൾഡിങ് എഫേർട്ടിൽ ഇടപെട്ടിരിക്കുന്ന കോച്ചായിരിക്കാം, അല്ലെങ്കിൽ ട്രെയിനർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊഫസർ ആയിരിക്കാം, ഈവൻ എ പാരന്റ് ആയിരിക്കാം. അൾട്ടിമേറ്റ്ലി ഐ കൺസിഡർ ദേ ഓൾ ഓഫ് സ്കൾപ്റ്റർ. ഒരു ശില്പിയാണ് അവരെന്നുള്ള ആ ശില്പം. നേരത്തെ മൈക്കലാഞ്ചലോ പറഞ്ഞതുപോലെ ശില്പിയുടെ ഏറ്റവും ഫൈൻ ട്യൂൺ ചെയ്യുന്ന ഒരു എഫേർട്ടാണ് ഒരു ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഏതാണ് തെറ്റിക്കളയേണ്ടതെന്നും ഏതാണ് പ്രൊജക്ട് ചെയ്യപ്പെടേണ്ടതെന്നുള്ള തിരിച്ചറിവ് ഒരു ടീച്ചർ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും മഹനീയമായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയെ സൃഷ്ടിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഗുഡ് ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഗുഡ് മെന്ററാണ്, ഗ്രേറ്റ് മെന്റർ ആണെന്ന് നമുക്കറിയാം. ഗ്രേറ്റ് മെന്റർ എന്ന് പറയുമ്പോൾ മെന്റർ എപ്പോഴും എന്തായിരിക്കണം, ഹി ഹാസ് ടു ബി വെരി എംപത്തറ്റിക് ടുവേർഡ്സ് ദ പേഴ്സൺ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിൽ ബി always caring personality, always identifying the strength of the weakness of the person. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഗ്രേറ്റ് മെന്റർ ആയിരിക്കണം. എനിക്കും അങ്ങനെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സമയത്ത് ഞാൻ റിസർച്ച് ചെയ്യും, മറുഭാഗത്ത് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വൈകുന്നേരങ്ങളിലും സർപ്രൈസ് വിസിറ്റ് ആയിട്ട് വല്ലപ്പോഴും കുഞ്ഞമ്പു സാർ എന്ന് പറയുന്ന, പ്രൊഫസർ കുഞ്ഞമ്പു എന്ന് പറഞ്ഞ ഒരു സാർ വന്നു നോക്കാറുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാം. ഒരു ദിവസം വൈകുന്നേരം ഞാൻ എൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഇരുന്നിട്ട് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം മനസ്സിലായി, അദ്ദേഹം എന്നോട് പറഞ്ഞു കുറച്ചു നേരം നോക്കി നിന്നിട്ട് ആ പെട്ടിയൊക്കെ എടുത്തിട്ട് എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട്. ഞാൻ അത്ഭുതപ്പെട്ടു, എന്താണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, പക്ഷെ പുള്ളി അതായത് ഇപ്പം തന്നെ വരണം എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ വാരിയിട്ട് കുറെ പുസ്തകങ്ങൾ എടുത്തിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ
സിവിൽ സർവീസും അതുപോലെ റിസർച്ചും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എന്നെ എഴുന്നേൽപ്പിക്കുകയും എനിക്ക് ചായ ഉണ്ടാക്കി തരികയും ചെയ്യുന്ന പണിയോട് കൂടിയിട്ട് എന്നെ പഠിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഗുരു എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു പക്ഷെ പി വിജയൻ എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും IPS ഓഫീസർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന് വാർത്തെടുത്തത് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. അതോടൊപ്പം തന്നെയാണ് ഒരു ഗുഡ് ടീച്ചർ എന്ന് പറയുന്ന ഒരു ഗുഡ് ഫെസിലിറ്റേറ്റർ ആണ്. പ്രത്യേകിച്ചും ഈ 21st സെഞ്ചുറിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എല്ലാത്തിനും ഈ നോളജ് ഇസ് സോ ഡെമോക്രാറ്റിക് ആൻഡ് സോ സോഷ്യലിസ്റ്റ് ഓൾ ഓവർ ഇറ്റ് ഈസ് അവൈലബിൾ. അതിൽ നമ്മൾ പണ്ടത്തെ പോലെ ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചറുടെ വടിയും ആയിട്ട് പിടിച്ചുകൊണ്ട് ഒരു വടിയും ഒരു ചോക്കും കയ്യിലെടുത്ത് ഒരു പാഠപുസ്തകം എടുത്തിട്ട് ഒരു നോളജിന്റെ ഗേറ്റ് വേ കീപ്പർ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഇന്ന് ഒരു ഫെസിലിറ്റേറ്ററുടെ റോളിലേക്കാണ്. ഇന്ന് നോളജിന്റെ ചാവി കയ്യിൽ വെക്കുന്ന ഒരാളല്ല ഒരു ടീച്ചർ എന്ന് പറഞ്ഞു. മറിച്ച് എന്താണ് ഈ ടീച്ചർ എന്ന് പറയുന്നത് ഈ കുട്ടികളെ അറിവിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആയി മാറുകയും ഒരു ഗൈഡായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഒരാളിലുള്ള പൂർണ്ണ വ്യക്തിത്വത്തെ വളച്ചെടുക്കാൻ പ്രത്യേകിച്ച് 21st സെഞ്ചുറിയിൽ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ഒരു ടീച്ചർ എന്ന് പറഞ്ഞത് ഒരു വലിയൊരു ഇൻസ്പിറേറ്റർ ആയിരിക്കണം എന്ന് നമുക്ക് ഇപ്പോൾ തോന്നാണ്. ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഇൻസ്പിറേഷന്റെ പലപ്പോഴും സ്കൂൾ തന്നെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കണം. സ്കൂളുകളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അല്ലെ കോളേജുകളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ക്ലാസ് റൂമുകളിലേക്ക് തിരിച്ചു വരാൻ ഒരു കുട്ടി വ്യഗ്രത കാണിക്കുന്നു എങ്കിൽ മാത്രമേ അതിനെ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വിദ്യ അനുഭവമാക്കി മാറ്റുന്ന ഒരു സ്ഥലമാക്കി ആയി എന്ന് നമുക്ക് കരുതാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാത്ത ഒരു ഇൻസ്പിറേറ്റർ ഒരാളിൽ നിന്നും അയാളുടെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്നത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാളെയും നമുക്കൊരു ബെസ്റ്റ് ടീച്ചർ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് കോച്ച് എന്ന് നമുക്ക് അവകാശപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണല്ലോ. നമ്മൾ എല്ലാവരും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഒരു ടീച്ചർ ആണെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്, കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കേണ്ടതിന്റെ ആവശ്യകത. കാരണം അറിവിന്റെ ലോകം നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജ്ഞതയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും അറിവിന്റെ പ്രകാശത്തിന്റെ ലോകത്തേക്ക് നയിക്കുന്ന ഗുരു എന്ന് പറഞ്ഞത് നിതാന്ത ജാഗ്രതയോട് കൂടിയിട്ട് അറിഞ്ഞിരിക്കുമ്പോഴാണ് ഒരാൾ ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞത് കുറേയും കൂടി മെച്ചപ്പെട്ട രീതിയിൽ കാലാനുസൃതമായ രീതിയിൽ എടുത്തെടുക്കാൻ പറ്റുള്ളൂ എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ഏറ്റവും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ഏറ്റവും നല്ല ഒരു കമ്മ്യൂണിക്കേറ്ററുടെ ഒരു പൊസിഷനിലുള്ള ആള്, ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീച്ചർ ആളായിരിക്കും ഏറ്റവും നല്ല ഒരു ടീച്ചർ ആയിരിക്കും. പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഒരു പക്ഷേ മിസ്സാകുമ്പോൾ ക്ലാസ്സുകൾ ബോറായേക്കാം. ഈ എഫേർട്ട് ഓഫ് മോൾഡിംഗ് എക്സലൻസ് എന്ന് പറഞ്ഞതും ഒരു പരാജയമായി മാറിയേക്കാം. ഇവിടെ ഒരു കാര്യം നമ്മൾ ഇന്ന് ഈ നമ്മളിവിടെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് പുതിയ വിദ്യാഭ്യാസ നയം. നമ്മൾ 33 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു പുതിയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നതാണല്ലോ ഒരു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ദ ചൈൽഡ് ആണ് വിദ്യാഭ്യാസത്തിലെ ലക്ഷ്യമെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിദ്യാഭ്യാസ നയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഒരു പുതിയ വിദ്യാഭ്യാസ രൂപരേഖ നമുക്ക് പുറത്തിറക്കിയിരിക്കുകയാണ്. 33 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരുപക്ഷെ 200 കൊല്ലക്കാലം ഇന്ത്യയെ അടിമത്തത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിൽ നിന്നും മാറി സ്വതന്ത്രരായിരിക്കും ഇന്ത്യക്കാർ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തെ നമുക്ക് ആവശ്യമെന്ന്. ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ വിട്ടുപോയപ്പോഴും നമ്മളിലുള്ള ഈ അടിമത്ത ചിന്ത ഒരുപക്ഷെ മാറാതിരുന്നത് ആ വിദ്യാഭ്യാസത്തിന്റെ ഫ്രെയിം ഇപ്പോഴും നമ്മൾ നിലനിർത്തുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഗുമസ്തന്മാരെയും വളരെ ഡോസയിലായിരിക്കുന്ന എന്നാൽ ഒരു ഭാഗത്ത് വളരെ ബ്രൈറ്റ് ആയിരിക്കുന്ന കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരുടെ നയത്തിൽ നിന്നും ഒരുപക്ഷെ ഉണ്ടാക്കിയതായിരിക്കണം നമുക്ക് ചിന്തിക്കാനും മറ്റുള്ള നമ്മളുടെ ഒരു പ്രയാസം. നമ്മളെ സ്വതന്ത്രമായി ചിന്തിക്കാനും വിദ്യ ഒരു അനുഭവമാക്കി മാറ്റാനുള്ള ഒരു വിദ്യാഭ്യാസ നയത്തിലേക്ക് നമുക്ക് അനിവാര്യമുണ്ട്. ഒരുപക്ഷെ അതിലേക്കുള്ള ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ, സമ്പൂർണ്ണമല്ലെങ്കിൽ തുടക്കമായിട്ട് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തെയും നമുക്ക് നോക്കിക്കാണാൻ പറ്റും. എന്തായിരുന്നാലും ഐ ആം കൺക്ലൂഡിംഗ് ഹിയർ. കൺഫ്യൂഷ്യസ് പറഞ്ഞതുപോലെ the will to win, the desire to succeed, the urge to reach your full potential, these are the real key to, അതായത് നമുക്ക് എപ്പോഴും വിജയിക്കാനുള്ള വില്ലും നമ്മളെ തന്നെ വിജയിക്കാനുള്ള നമ്മളുടെ വില്ലും അതോടൊപ്പം തന്നെ നിരന്തരം വിജയത്തിലേക്ക് പോകാനുള്ള ഡിസയർ, അതോടൊപ്പം തന്നെ ഈ നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള രീതിയും ആകുമ്പോഴാണ് നമുക്ക് എന്താവുന്നത് സത്യത്തില് നമ്മളുടെ ഈ ഇന്നർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ദ ബെസ്റ്റ് ഓഫ് എ പേഴ്സൺ ക്യാൻ ബി മോൾഡഡ് ഔട്ട്. Thank you so much for listening to me. Thank you so much. Thank you once. Good evening. Namaskaram, Professor Rajesh Nair and Dr. Thomas Matthew. ഞാൻ എഞ്ചിനീയർ ആനന്ദമണി, ഐ ആം ഫ്രം കാലിക്കറ്റ്. നാളെ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ടാണല്ലോ നമ്മൾ ആചരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് പോസ്റ്റ്ബോക്സ് ഫ്രൈഡേ ടോക്ക് സീരീസിലേക്ക്
ഒരു ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് കണ്ടുപിടിക്കാനുള്ള ഞങ്ങളുടെ യാത്രയിൽ ടീച്ചേഴ്സ് ചെയ്യുന്ന മഹനീയ കർമ്മമായ മൗൾഡിംഗ് എക്സലൻസ് എന്ന ടോപ്പിക്കിലേക്ക് ഞങ്ങൾ തിരഞ്ഞെടുത്തതും അതേ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ആരംഭിക്കുന്നത്. പ്രൊഫസർ രാജേഷ് നായർ, അങ്ങയുടെ മൗൾഡിംഗ് എക്സലൻസ് എന്ന വിഷയത്തെക്കുറിച്ച് അങ്ങയുടെ ചിന്തകൾ എന്തെല്ലാമാണ്? Okay, good afternoon and good evening. So, എൻ്റെ പേര് രാജേഷ് നായർ. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കേരളത്തിലാണ്. അവിടെ നാട് വിട്ടിട്ട് 30 കൊല്ലം ആയി. ഇപ്പോൾ ഞാൻ ആക്ച്വലി ടീച്ചിങ് ഇൻ കുലാലംപൂർ. So, when you really look at the journey that you have gone through in life, so when you look back, you realize that you have changed a lot and you always had the ability in you to change. That means what was missing was that the confidence that you could change. So basically നമുക്ക് എല്ലാവർക്കും ടാലൻസ് ഉണ്ട്, പക്ഷെ നമ്മൾക്കത് അറിയുന്നില്ല. So what is the role of a teacher is to kind of light up that ability to realize your own potential. So molding excellence actually is to how do you bring out these talents that people have. So you can have different kinds of talents. You could have visual talents in art and such. You can have musical talent. You can have comical talent, logic and physical, engineering, mathematics. അങ്ങനെ പലതരം ടാലൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴ സ്കൂളിൽ യു ആർ ഓൺലി ആസ്ക്ഡ് ടു ഡു focus on maybe 1 or 2 talent, like in science and engineering or science and math and such. But you are a complete human being with so much more talent, but we are not actually bringing out the rest of the talent within us. So how do we the molding excellence in my mind is to bring out all the talents that you have. Okay, and today if you look at companies who are looking for new employees, they're not looking for people with only engineering or only literature or anything like that. They want to have people with a lot more talent that they can express. Okay, and so you need to actually start to realize how do we bring out the talent that we have. And once you realize the talent that you have, you would not be the same anymore. So what I do currently is I teach school kids how to design products. Okay, and I'm an engineer, I'm a product designer, and I started companies in the US and such. So today what I do is I believe every single child is precious. I believe every single child has the ability to do all these kind of things. But the only issue is that you need to invoke it, you need to bring it out. Okay, and that is the job of a teacher and job of a parent. So there are a few things that actually make this thing happen. One I call is the confidence. The confidence is where when you have failed before, you know how to recover from failure, and after you have failed a few times and you have recovered from it, you have the confidence that doesn't matter whatever happens to me, I know how to come back, I know how to get back up. Okay, and that you need to fail. You need to fail a lot. You have to lose the fear of failure. ഇപ്പോൾ എല്ലാവരും don't ever fail in subjects, don't ever fail in this, don't ever fail in that. That is not possible, because otherwise if you don't fail, you are not learning. Okay, and I truly believe that if you are working on the edge of your competence, you are going to fail about 50% of the time. And each time you fail, you learn why you failed, and now you know how to recover from that. You have expanded yourself in your competence. So first thing is this confidence. Second thing is self-learning abilities. So പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഒരു ഫിസിക്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 1 or 2 ടീച്ചേഴ്സ് ഉണ്ട് അതിനെപ്പറ്റി ആൻസർ ചെയ്യാമെന്ന്.
ഇപ്പോൾ എനിക്കൊരു ഫിസിക്സിന് ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ any of you, if you have a question in physics or any subject, you can just go on YouTube and find 100 different ways to understand the problem. Okay, so that means you have the ability, you have the access to information, but the drive to go learn on your own is need to be built up. Okay, and don't ask for spoon feed me. Every time we come back to class and say, teacher, please give me all the information. No, you should be able to do it on your own. And the third part is the communication, ability to communicate. So today, communication is not part of a school system. Nobody stands up and make them speak, make them present their ideas. I can tell you, when you grow up and go to a company or work somewhere, your ability to communicate is so very important. So I have taught in villages. എല്ലായിടത്തും ഇന്ത്യയിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും അവിടെയൊക്കെ പോയി ചെറിയ വില്ലേജസിൽ പോയി സ്കൂൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. US-ലുള്ള സ്കൂൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. When I look at all these students in every place, absolutely the truth that I see is that everybody has the same talent. They all have the same intelligence. They all have the same ability to learn. But what is missing is how they were molded. And if they were molded differently, they think they can only do certain things. And that kind of limits your ability to grow. So you need to kind of find these channels to bring out their talents. And parents also think that you should only push them to become engineers or doctors or something else. That was so yesterday. Okay, because you have to kind of understand your own talent. If you're good in expressing, there are YouTubers are people who can communicate really, really well, and that's a wonderful career. Entrepreneurs are people who can solve somebody's problem and create money, generate money, and so these are all absolutely acceptable career, but they all need different kinds of talent, and you should be able to pick up the talent. And with that, I think the whole job of molding your excellence falls with the society, with your parents, with your family, with your teachers, and with a whole bunch of other people that you see. And I'll talk about some of my experience in later, but I truly believe that your talents are already innate. You already have it. The question is, how do you open it up and how do you bring it out? And that primarily is the challenge we have, and that is primarily what I see as molding your excellence. Just a request to both of us, രണ്ട് സ്പീക്കേഴ്സിനെടുത്തും പ്രോഗ്രാം അങ്ങോളം ഇങ്ങോളം ലോകത്ത് ഒരുപാട് സ്റ്റുഡൻസും പാരൻസും ഒരുപാട് പേരും വീക്ഷിക്കുന്നതാണ്. സോ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മിക്സ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ജസ്റ്റ് പ്ലേസ് ചെയ്യാണ്. ഇഫ് നോട്ട് ഫുള്ളി ഇൻ മലയാളം, ബട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മിക്സ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം വുഡ് ബി വളരെ കുറച്ചും കൂടി യൂസ്ഫുള്ളും ഹെൽപ്ഫുള്ളും ആണ് ഫോർ മെനി ഓഫ് ദ participants. So just bringing to your notice. Dr. Thomas Matthew, മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ വളരെ നീണ്ട ഒരു കാരിയർ ആണല്ലോ അങ്ങേക്കുള്ളത്. മോൾഡിംഗ് എക്സലൻസ് എന്ന വിഷയത്തെക്കുറിച്ച് അങ്ങയുടെ ചിന്തകൾ എന്തെല്ലാമാണ്? എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഇതിന്റെ ഈ പരിപാടിയുടെ എല്ലാ സംഘാടകരെയും അഭിനന്ദിക്കുകയും ഒപ്പം നന്ദി പറയുകയും ചെയ്യുന്നു. വളരെ പ്രസക്തമായ, കോവിഡിനെ മറക്കാൻ പ്രേരിപ്പിക്കുന്ന പോസിറ്റിവിറ്റിയും പോസിബിലിറ്റീസും നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നതാണ് ഈ പോസ്. അപ്പം അങ്ങ് ചോദിച്ച ചോദ്യം ഇതാണ്. നമ്മുടെ ഒരു 42 വർഷത്തെ മെഡിക്കൽ കോളേജുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒരു കാര്യം, മോൾഡിംഗ് എക്സലൻസ് എന്നുള്ളത് തുടങ്ങുന്നത് നമ്മൾ നേരത്തെ വിജയൻ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ലൈഫ് ലോങ് ലേണറായി നിന്നുകൊണ്ടാണ്. വൺസ് എ സ്റ്റുഡൻറ്, once a teacher is always continuing to be a student. മെഡിക്കൽ സയൻസിന്റെ രംഗത്ത് നമ്മൾ മരിക്കുന്നവരെ, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസും നമ്മുടെ ജീവിതം അവസാനിക്കുന്ന നിമിഷം വരെയും ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായി തന്നെ തുടർന്നാൽ മാത്രമേ മെഡിസിൻ
പറഞ്ഞു കൊടുക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ തന്നെ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട രാജേഷ് സാർ പറഞ്ഞു കഴിഞ്ഞതുപോലെ ഇന്ന് അനേക വിധത്തിലുള്ള എക്സ്പോഷേഴ്സ് നമുക്കുണ്ട്. വി ക്യാൻ ഗെറ്റ് എവറിത്തിങ് വി നീഡ് ഫ്രം യൂട്യൂബ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. പക്ഷേ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോഴും ആ ടീച്ചറിന്റെ വില അല്ലെങ്കിൽ ആ ടീച്ചറിന്റെ റോള് കുറച്ച് കാണാൻ കഴിയുകയില്ല. ബിക്കോസ് വി ആർ തിങ്കിങ് ആൻഡ് വി ആർ ഡീലിംഗ് വിത്ത് നോട്ട് ഓൺലി നോളജ് ഹിയർ, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽസ്. നമ്മളൊരു അധ്യാപക ദിനം ആഘോഷിക്കുമ്പോൾ അധ്യാപകനോട്, ഒരു മെഡിക്കൽ അധ്യാപകൻ എന്ന് പറയുമ്പോൾ ആ അധ്യാപകൻ വിദ്യാർത്ഥിക്ക് മുമ്പിൽ വെച്ചു കൊടുക്കുന്ന തൻ്റെ ആറ്റിറ്റ്യൂഡ്, തൻ്റെ സ്കിൽസ്, ഇതെല്ലാം കണ്ടാണ് ഈ വർഷങ്ങളിലൂടെ ആ വിദ്യാർത്ഥി ഒരു നല്ല ഡോക്ടറായി മാറുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നത് ഏറ്റവും കൂടുതൽ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, കാരണം മെഡിക്കൽ എൻട്രൻസുകൾ എഴുതി മറ്റൊരു ഫ്രെയിം ഓഫ് മൈൻഡിൽ കോളേജുകളിലൂടെ എക്സ്പോഷർ പോലും ഇല്ലാത്ത വിദ്യാർത്ഥിനികളാണ് വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കാണിച്ച പടം പോലെ ഒരു റോ സ്റ്റോൺ തന്നെയാണ്, ജസ്റ്റ് അൺകട്ട് സ്റ്റോൺ ആൻഡ് തിങ്കിങ് ഇൻ വൺ ഡിറക്ഷൻ ഓർ നോട്ട് ഈവൻ ഇൻ വൺ ഡിറക്ഷൻ. പഠിച്ച് എൻട്രൻസ് എഴുതി കോഴ്സിന് കയറി വരുന്നതിനപ്പുറത്ത് ഇനി അവർ ഏറ്റെടുക്കാൻ പോകുന്ന ജീവിതകാലം മുഴുവൻ അവര് ഏറ്റെടുക്കാൻ പോകുന്ന വലിയൊരു ചലഞ്ചിന് അവരെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു മോൾഡിംഗ് എക്സലൻസിൽ ഒരു മെഡിക്കൽ അധ്യാപകന്റെ ഒന്നാമത്തെ റോൾ. ഒന്നാമതായിട്ട് വാട്ട് ഈസ് ഇൻസൈഡ് ദം, അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന അവരിലെ ആ ടാലന്റ് എന്താണ്. 10-45 ഡിസിപ്ലിൻ ഉള്ളിടത്ത് ഏത് ഡിസിപ്ലിനിലേക്കാണ് അവർക്ക് താല്പര്യമുള്ളത് എന്ന് കണ്ടെത്തുന്നത് മുതൽ അവർ അതിൽ ഒരു ഗ്രാജുവേറ്റ് ആകുന്നതുവരെ, ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ മിനിമം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കഴിവുള്ള ഒരാളാവുന്നത് മുതൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ആ എക്സലൻസ് മോൾഡ് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്ന ഇറ്റ് മേ ടേക്ക് ഇയേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് എ ലോങ് ജേർണി. അതിൽ എക്സലൻസ് എന്ന് പറയുന്നത് പോലും ശരിക്കും ആത്യന്തിക ലക്ഷ്യമല്ല, ഒരു മാർഗം മാത്രമാണ്. കാരണം പ്രൈമറി ആയിട്ട് ഒരു മോൾഡിംഗ് എക്സലൻസ് എന്നുള്ളത് കഴിഞ്ഞ 40 വർഷത്തെ എൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ പരിചയം വെച്ചുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയിൽ നമ്മൾ കണ്ടെത്തുന്നത് പാഷൻ ഫോർ ദ സബ്ജക്ട് ഓർ ദ ടോപ്പിക്. ഏത് വിഷയത്തിലാണോ, നാളെ അയാൾ ഒരു സർജൻ ആകാൻ പോവുകയാണോ, അല്ലെങ്കിൽ നല്ലൊരു ഫിസിഷ്യൻ ആകാൻ പോവുകയാണോ, അല്ലെങ്കിൽ ഒരു റേഡിയോളജിസ്റ്റ് ആകാൻ പോവുകയാണോ, ഏതാണെന്നുള്ളതിൻ്റെ ഒരു പാഷൻ അത് ഈ വർഷങ്ങളിലൂടെ പുറത്തു വരും. അതിനപ്പുറത്ത് പാഷൻ ആൻഡ് ലവ് ഫോർ പീപ്പിൾ. കാരണം ഇവിടെയെങ്കിലും നമ്മൾ എപ്പോഴും ഡീല് ചെയ്യുന്നത് ബുക്കുകളോടോ ഫയലുകളോടോ അല്ലെങ്കിൽ മറ്റൊന്നിനോടുമല്ല, മനുഷ്യനോട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളതാണ് മനുഷ്യരുടെ ശാസ്ത്രവും അതുപോലെ തന്നെ ചികിത്സയുമായിട്ട് ബന്ധപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മോൾഡ് ചെയ്തെടുക്കേണ്ടത്. മറ്റെല്ലാം നമ്മുടെ ഇന്ന് ഫിംഗർ ടിപ്സിൽ അവൈലബിൾ ആയിരിക്കെ, നോളജ് മുഴുവൻ അവൈലബിൾ ആയിരിക്കെ, എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പോലും കാണിച്ചു തരുന്ന ഡെമോ വീഡിയോകൾ ഇഷ്ടംപോലെ ഇരിക്കെ, ഒരു രോഗി നമ്മുടെ മുമ്പിൽ വന്നാൽ ഒരു വ്യക്തി ആയിട്ട് അയാളെ കാണാനും അയാളുടെ ആ സ്പന്ദനങ്ങൾ, അത് അയാളുടെ ഹൃദയസ്പന്ദനം പോലെ തന്നെ അയാളുടെ ജീവിത സ്പന്ദനം തിരിച്ചറിയാനും നമ്മളുടെ ഒരാളായിട്ട് അയാളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഒരു എമ്പത്തറ്റിക്കായിട്ട്, നമ്മൾ എമ്പതി സിമ്പതി എന്ന് നമ്മൾ പറയും. പലപ്പോഴും എല്ലാ പരാതികളും വരുന്നത് ആന്റിപതി എന്നുള്ള വികാരത്തിൽ നിന്നാണ്. അപ്പൊ എമ്പത്തറ്റിക്കായിട്ട് നമ്മൾ അയാളുടെ ഷൂസിൽ നിന്നുകൊണ്ട് അയാളെ കാണാനും അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഉള്ള ഈ കഴിവ് ആണ് ഒരു സാധാരണ ഡോക്ടറേക്കാൾ ഒരു എക്സലന്റ് ഡോക്ടറാക്കി മാറ്റുന്നത്. സബ്ജക്റ്റിലുള്ള എഫിഷ്യൻസിയും അതുപോലെ തന്നെ ആ സബ്ജക്റ്റ് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലപ്പുറത്ത് എത്രമാത്രം നല്ലൊരു മനുഷ്യനായിട്ട് ആ ഡോക്ടർക്ക് ഇടപെടാൻ കഴിയുന്നു എന്നത് ആണ് ഇറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. അങ്ങനെയുള്ള ഒരാളാണ് എപ്പോഴും എക്സലന്റ് ആവുന്നത്. അങ്ങനെ അനേക ഉദാഹരണങ്ങളുണ്ട്, പേരുകൾ എടുത്ത് പറയാവുന്ന അനേക ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ഓൾ ഇൻ വൺ, ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ആഡിക്വേറ്റ് സ്കിൽസ്, അതുപോലെ തന്നെ സഫിഷ്യന്റ് നോളജ്, ഇത് മൂന്നും നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന അധ്യാപകനിൽ നിന്നാണ് ഈ ഒരു മോൾഡിംഗ് എക്സലൻസ് തുടങ്ങുന്നത്.
ഇത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഊന്നി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഏത് രംഗത്തായാലും ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അധ്യാപകൻ ആദ്യമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് എന്തിലാണ് ആ വിദ്യാർത്ഥിയുടെ പാഷൻ. ഒരു അഭിനിവേശം എന്ന് മലയാളത്തിൽ നമുക്ക് പറയാവുന്ന പാഷൻ വെറുമൊരു താല്പര്യമല്ല, മറിച്ച് നമ്മൾ എത്ര പ്രതിസന്ധികളിലും പിന്തുടരാൻ ആഗ്രഹിക്കുന്ന, അണ്ടർ പ്രഷർ അല്ലെങ്കിൽ എഗൻസ്റ്റ് ഓൾ ഓഡ്സ് അല്ലെങ്കിൽ അണ്ടർ വിത്ത് ടേക്കിംഗ് ഓവർ ഓർ ഹാൻഡ്ലിങ് ഓൾ ചാലഞ്ചസ് എന്ന് നമ്മൾ പറയുന്നത് പോലെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് കാണിക്കുന്ന ആ ത്വര, ആ അഭിനിവേശമാണ് ഒരാളുടെ എക്സലൻസിലേക്കുള്ള ചവിട്ടുപടി. അത് സബ്ജക്റ്റിനോടുള്ള പാഷൻ, വായനയ്ക്കുള്ള പാഷൻ, അതുപോലെ തന്നെ മനുഷ്യനോടും ഇതെല്ലാം ആത്യന്തികമായി മനുഷ്യനെ സ്നേഹിക്കാനുള്ള ആ ഒരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ആ അഭിനിവേശത്തിൽ നിന്നാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഓൾ മേക്സ് എ ഡിഫറൻസ്. അത് മാത്രമേ നമുക്ക് സാധാരണയെക്കാളും അതുക്ക് മേലെ എന്ന് പറയുന്ന ഒരു എക്സലൻസിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. വളരെ വിശദമായ ഒരു മറുപടിയാണ് ഡോക്ടർ നൽകിയിട്ടുള്ളത്. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളത് ഒരു റിപ്ലൈ ആണ്. ഇന്ന് നമ്മളുടെ ഈ പ്രോഗ്രാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം പേരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂമിൽ മാത്രം ഏറെക്കുറെ 1000-ഓളം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായി 1.5 ലക്ഷത്തിൽ മേലെ ആൾക്കാരാണ് ഇത് വ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട്സ് ആണ് ഇപ്പോൾ കടന്നു വരുന്നത്. പാർട്ടിസിപ്പൻസിനോട് പ്രത്യേകം ഒരു അഭിപ്രായം പറയാനുള്ളത്, നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുന്നതിനെക്കാട്ടിലും ഈ പ്രധാനപ്പെട്ട 2 നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യങ്ങളെ കുറിച്ചിട്ടും അഭിപ്രായം മാത്രം രേഖപ്പെടുത്തുക. അറ്റ് ദി എൻഡ് പ്രോഗ്രാമിനെ കുറിച്ചും നിങ്ങൾ അഭിപ്രായപ്പെടുത്തുക. പക്ഷെ കഴിയുന്നതും മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ. ഇന്ന് നമ്മുടെ പോസ്റ്റ് സീരീസിന്റെ 3-ാം പതിപ്പാണ് കഴിഞ്ഞ ആഴ്ച ഇതിന്റെ പോസ്റ്റ് 3യുടെ മെയിൻ തീം അൺലീഷിംഗ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രൊഫസർ രാജേഷ് നായരോട് ചോദിക്കാനുള്ളത്, കവി മായ ആഞ്ചലോ ഒരിക്കൽ പറഞ്ഞു, ഐ ബിലീവ് ദാറ്റ് എവറി പേഴ്സൺ ഈസ് ബോൺ വിത്ത് ടാലന്റ്. മോസ്റ്റ് ഓഫൻ ദിസ് ടാലന്റ് ഈസ് ഹിഡൻ ആൻഡ് ഗോസ് അൺറിയലൈസ്ഡ്. എങ്ങനെയാണ് മറ്റുള്ളവരിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കാൻ നമുക്ക് സാധിക്കും? അതേക്കുറിച്ച് ഓക്കെ, am I clear? എൻ്റെ ശബ്ദം വരുന്നുണ്ടല്ലോ? ക്ലിയർ, ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇതിനെപ്പറ്റി ഇതാണ് ഇതിനു മുമ്പും പറഞ്ഞത്. സോ എവറിബഡി ഹാസ് എ ടാലന്റ്. ഐ ട്രൂലി ബിലീവ് ദാറ്റ് പീപ്പിൾ ഹാവ് ദ ടാലന്റ്. ഓക്കെ, ഡോക്ടർ തോമസ് സാർ പറഞ്ഞ പോലെ he is coming in from the medical side, I'm coming from the engineering side, but we are seeing the same qualities in the same set of people. Okay, so we both see when you ആരെങ്കിലും കാണുമ്പോൾ അവരുടെ ഉള്ള ടാലൻറ്റ് നമുക്ക് നേരെ കാണാം. Okay, and we believe that they have the talent. So now ഞാനിപ്പോൾ if I ask a question, ഇവിടെ കേട്ടിരിക്കുന്നവർക്ക്, how many of you think you can become an entrepreneur? Okay, and I think ഇപ്പോൾ ഒരു 1000 പേരുണ്ടെങ്കിൽ I may think, maybe about 20 to 50 people may say, 20-50 പേര് പറയും, ഓക്കെ എനിക്ക് ഓൺട്രപ്രണർ ആവും, കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ടാലൻ്റ് ഉണ്ടെന്ന് പറയും. ബട്ട് വാട്ട് ഇഫ് ഐ സേ ദാറ്റ് യു ഓൾ ഹാവ് ഇറ്റ്? You all have the ability to go start a company and solve problems. That is my work now. Okay, I actually teach school kids how to go design things, go start companies, how to create companies. പക്ഷേ ഇപ്പോൾ ആര് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, ഓ ഐ ഡോണ്ട് ഹാവ് ദ എബിലിറ്റി ടു ഡു ദിസ്. സോ യു സ്റ്റാർട്ട് ടു ഡു തിങ്സ് ലൈക്ക് ഇപ്പോൾ ഇഫ് യു ഡോണ്ട് ഹാവ് ദ കോൺഫിഡൻസ്, ഒരു ചെയ്യാനായിട്ട് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ പറയും, ഓക്കെ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് കാരണം ഞാനത് ട്രൈ ചെയ്യത്തില്ല. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഐ ഹാവ് നെവർ ഡൺ ഇറ്റ്, സോ ഐ ഹാവ് പ്രൂവൺ മൈസെൽഫ് റൈറ്റ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ആദ്യമേ പറയില്ലേ, അത് കാരണം ഐ ഡിഡ് നോട്ട് ഡു ഇറ്റ്. സോ that cycle of argument has to be broken. So first thing is that the moment you think that you cannot do it, ആദ്യം തന്നെ ചോദിക്കണം,
you really, you understand that you have the ability to do a lot of things. And കുട്ടികളാകുമ്പോൾ അവർ ചിലപ്പം അവർ അറിയത്തില്ല, അവരുടെ തന്നെ ടാലൻ്റ് അറിയുന്നില്ല. സോ യു നീഡ് ടു കൈൻഡ് ഓഫ് ബ്രിങ് ഇൻ ദ ടാലൻറ്റ്. പക്ഷേ ഏറ്റവും കൂടുതൽ പേടി എന്ന് പറയുന്ന ഓരോരുത്തർക്കും ഇത് ആക്ച്വലി ഫിയർ ഓഫ് ഫെയിലിയർ, തോൽക്കുന്നതിനുള്ളൊരു പേടിയുണ്ട് എല്ലാവർക്കും. അത് കാരണം വി കൈൻഡ് ഓഫ് സ്റ്റേ ഇൻസൈഡ് ദ സേഫ് സർക്കിൾ. ഓക്കെ, ഇപ്പോൾ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്കോട്ടിൽ നിന്ന് നടുക്കേ ബോളും കൊണ്ട് നടക്കുകയുള്ളൂ, അറ്റത്തൊന്നും പോയില്ല, ഔട്ട് പോയാലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ് യു ഡോണ്ട് ബിക്കം എ ഗുഡ് പ്ലെയർ. Okay, you have to learn to go to the edges, okay, and fail several times. And ഒരു സെൽഫ് അഫേമിങ് ഒരു ഡിസ്കഷൻ ഉണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് കാരണം ഞാൻ ട്രൈ ചെയ്യത്തില്ല, അത് കാരണം ഞാൻ ചെയ്തില്ല, അത് കാരണം I already told you I cannot do it. Okay, so that cycle has to be broken. These are called the limiting thoughts. Our own limiting thoughts which stops it. And this I see this എല്ലാ കുട്ടികളിലും കാണുന്നുണ്ട്. ഞാൻ ജനിച്ചു വരുന്നതൊക്കെ എപ്പോഴും എല്ലാവരും കൂടെയുള്ള എല്ലാവരും പറയും നിനക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ യു സ്റ്റാർട്ട് ടു ബിലീവ് ഇറ്റ്. ആൻഡ് I truly believe this is a lid that keeps your potential down. And ഈ പലയിടത്തും പോയി ഇങ്ങനെ വർക്ക്ഷോപ്പ് നടത്തുന്ന സ്കൂൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ 2 ദിവസം കൊണ്ട് അവർ കോഡിങ് പഠിക്കും, ഡിസൈൻ ചെയ്യാൻ പഠിക്കും, 3D പ്രിന്റ് ചെയ്യും, ഇലക്ട്രോണിക്സ് ഒക്കെ ചെയ്യും. അപ്പോഴാണ് അവർ അറിയുന്നത് ഇതൊക്കെ I already had the ability to do all these things, and how do you actually make them realize it? So this is again, they have the talent, it is a question of exposing it. And in this thing I find that the girl child always grow up thinking that they cannot do what boys can do. Not because they don't have, അവർക്ക് അതേപോലെ ഈക്വൽ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ചുറ്റുള്ളവരൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ യു സ്റ്റാർട്ട് ടു ബിലീവ് ഇറ്റ്. ആൻഡ് ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി റോങ്. girls have exactly the same ability as the boys. And I have 2 girls, I have 2 daughters, and I have to tell them that this over and over, because even though ഞാൻ എപ്പോഴും പറയുന്നെങ്കിലും what they hear from others is that they have a very different limited ability, and that is not true. And I want to bring that up, because we need to kind of address this issue of how do you bring up the abilities of girl children. So you are born with the talent. It is the mentors, teachers, അവരൊക്കെ കൂടെയുള്ള parents, family, it is their job to let you fail, learn from it, emerge from it, learn from it and become stronger. Okay, our responsibility is actually, it should be initially your family and your teachers have to take it on. And I am a teacher. I want my students to fail. I want my students to fail so that they learn what is the border of what their current ability is and what they have to learn. And അത് പഠിച്ചു കഴിയുമ്പോൾ they can actually expand their zone of competence. അവരുടെ എബിലിറ്റിയുടെ ഒരു പരിധി അവർക്ക് കൂട്ടണം. So, and that is very, very critical, and that comes only from our fear of failure മാറ്റണം ആ കുട്ടികളിൽ നിന്ന്. ഓക്കെ, ആ കൊച്ചു കുട്ടികൾക്ക് ആ ഒരു ഫിയറേ ഇല്ല. ഓക്കെ, വളർന്നു വരുമ്പോൾ ആ ഒരു ഫിയർ കൂടി വരും. അത് ബേസിക്കലി അത് ബാക്കിയുള്ള എല്ലാവരും കൂടി ഇടുന്ന ഫിയറാണ്, നമ്മൾ ഇടുന്ന ഫിയറാണ്, അത് മാറ്റേണ്ടി വരും. So that is my quick answer to so people have the ability, and I think it is our responsibility to bring it out. വളരെ ഡെപ്തിലും വളരെ വളരെ പോയിന്റഡ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് ഡോക്ടർ. താങ്കൾ ഒരു കലാകാരനും ഒരു ബഹുമുഖ പ്രതിഭയും. ഞങ്ങളുടെ കഴിഞ്ഞ ഒരു സെഷനിൽ ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് പറഞ്ഞിരുന്നു, നമ്മുടെ എല്ലാവരിലും ഉള്ള ഒരു ഇന്നർ ഫയർ കണ്ടുപിടിച്ച് നമ്മൾ പുറത്തു കൊണ്ടുവരണമെന്ന് അവര് ഞങ്ങളുടെ ഒരു ടോക്ക് സീരീസിൽ ഉപദേശിച്ചിരുന്നു. എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരിലുള്ള ഇന്നർ ഫയർ അൺലീഷ് ചെയ്ത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ അവരുടെ ആ ഇന്നർ ഫയർ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സഹായിക്കാൻ സാധിക്കുക എന്ന് ഡോക്ടർ ഒന്ന് വിശദീകരിച്ച് പറയാമോ?
ഈ നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ, ഒരു അധ്യാപകനെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ഉള്ളിലുള്ള ഈ ഇന്നർ ഫയർ പുറത്തു കൊണ്ടുവരിക എന്നത് 2 ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കുന്നത് പ്രധാനമായിട്ടും. ഒന്ന്, ഈ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഈ ഇന്നർ ഫയർ കണ്ടുപിടിക്കപ്പെട്ടാൽ അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പെർസീവ് ചെയ്യാനുള്ള ഒരു ശ്രമവും ഉണ്ടാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയണമെന്നില്ല. മറിച്ച് ഇതിന്റെ ഒന്നാം പാഠം എന്ന് പറയുന്നത് അധ്യാപകൻ വിദ്യാർത്ഥിയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തിൽ മാത്രമേ ഈ ഇന്നർ ഫയർ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. നമ്മൾ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി ആ ചട്ടക്കൂടിനകത്ത് വിദ്യാർത്ഥിയെ നിർത്തുകയും അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ നിയന്ത്രിക്കാനും ശ്രമിച്ചാൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഇന്നർ ഫയറുകൾ പുറത്തു വരികയില്ല. ചട്ടക്കൂടുകൾ പൊളിച്ചു വരാനാണ് എപ്പോഴും ഇന്നർ ഫയർ ആഗ്രഹിക്കുന്നതെങ്കിലും നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വിദ്യാർത്ഥിനികൾ, നേരത്തെ രാജേഷ് സാർ മക്കളുടെ കാര്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം വളരെയേറെ പ്രധാനമാണ്. അധ്യാപക വിദ്യാർത്ഥി ഒരു പണ്ട് നിലനിന്നിരുന്ന ഒരു വലിയ ഒരു ഞാൻ പറയും നിങ്ങൾ കേട്ടാൽ മതി എന്നുള്ള ആ അന്തരീക്ഷത്തിനപ്പുറത്ത് നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഞാൻ സമയം തരാം, നിങ്ങൾ പറയുക എന്നിട്ട് ഞാൻ പറയാം എന്നുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആണ് ഏറ്റവും പ്രധാനവും ഏറ്റവും ബുദ്ധിമുട്ടും. അതിനപ്പുറത്ത് നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഒരു പരിധിക്ക്, അല്ലെങ്കിൽ ഒരു അഞ്ജു, ബോബി, ജോർജ് ഒക്കെ പറഞ്ഞതുപോലെ ഒരു ക്രോസ് ബാറിന് മുകളിലൂടെ ചാടുന്ന കലാകാരന്മാരെയോ കലാകാരികളെയോ അല്ലെങ്കിൽ അത്ലറ്റ്സിനെയോ ഒന്നും നമുക്ക് ആ ഇന്നർ ഫയർ കണ്ടെത്താൻ എളുപ്പമാണ്. പക്ഷെ എപ്പോഴും ആ ക്രോസ് ബാറിന്റെ അടിയിൽ നിൽക്കുന്ന, തങ്ങളായിട്ട് തന്നെ ഒരിക്കലും ഇത് പുറത്തു കൊണ്ടുവരികയില്ല എന്ന് പറയുന്നവര് ഇന്നത്തെ നവമാധ്യമങ്ങളിലൂടെ അനേകര് പുറത്തു വരുന്നുണ്ട്. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തിൽ തന്നെ ഈ നവമാധ്യമങ്ങളിലൂടെ അവർ വരയ്ക്കുക, അവർ പാട്ട് പാടുക, എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം അവര് ചെയ്യുന്ന, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ, അവരത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പാഷൻ എന്ന് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഇന്നർ ഫയർ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ ഇഷ്ടപ്പെട്ടേ ചെയ്യുകയുള്ളൂ. ഒരു കുട്ടികളെ കണ്ടെത്താനായിട്ട് നാടക വർക്ക്ഷോപ്പുകൾ നടക്കുമായിരുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ക്യാമ്പസ് തിയേറ്ററുകൾ എന്നുള്ള രീതിയിൽ. ഇപ്പം മെഡിക്കൽ വിദ്യാർത്ഥികളാണ് അവര് മാറി നിൽക്കുന്നതെങ്കിലും ഈ ക്യാമ്പസ് തിയേറ്ററിൽ അവരെ സൗഹൃദത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ അവരെ ഒരുമിച്ച് 2-3 ദിവസം ഇന്ററാക്ട് ചെയ്യാൻ അനുവദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കൂവി വിളിക്കുവാനും നിലവിളിക്കുവാനും അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാനുമുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന എക്സർസൈസുകൾ, അവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് മിക്കപ്പോഴും ഇന്നർ ഫയർ കണ്ടെത്താൻ കഴിയുക. അതിലും എളുപ്പമാണ് മാതാപിതാക്കൾക്ക് അത് മനസ്സിലാക്കാൻ. പക്ഷേ മാതാപിതാക്കൾ അത് എപ്പോഴും കണ്ടുപിടിക്കാൻ ശ്രമിക്കണമെന്നില്ല, പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. അവിടെയാണ് ഒരു അധ്യാപകന് കൂടുതൽ ക്രെഡിബിലിറ്റി വരുന്നത്. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ പറ്റി നല്ലത് പറയുന്നത് അവന്റെ മാതാപിതാക്കളുടെ ഇടയിൽ പോലും, അവരുടെ മുമ്പിൽ പോലും അവൻ നന്നായിട്ട് കഴിവുള്ളവനാണ് എന്നൊരു അധ്യാപകൻ പറയുന്നതിൽ, അല്ലെങ്കിൽ അവൻ ഇതിന് വരയ്ക്കാനുള്ള ഒരു കഴിവുണ്ട്, അവൻ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറയുന്നത്, അധ്യാപകൻ പറയുന്നത് ഇറ്റ് ഹാസ് മോർ വാല്യൂ ആൻഡ് മോർ റെസ്പെക്ട് ഈവൻ ഇൻ ഫ്രണ്ട് ഓഫ് പേരൻസ്. അപ്പൊ അത് തന്നെയാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ച് തൻ്റെ ഓരോ വിദ്യാർത്ഥിയിലുമുള്ള ഇന്നർ ഫയർ കണ്ടുപിടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ആ അധ്യാപകന്റെ ഇന്നർ ഫയറിനെ തന്നെ കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വിശദമായ മറുപടി ഡോക്ടർ. നമ്മൾ ഏകദേശം നമ്മുടെ സെഷന്റെ ഒരു മുക്കാൽ ഭാഗത്തോടെ നമ്മൾ എത്തി. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻ ആൻസർ സെഷനും പലതുമുണ്ട്. അപ്പൊ ഞാൻ കുറച്ചൊന്ന് സ്പീഡപ്പ് ചെയ്യാണ്. പ്രൊഫസർ രാജേഷ് നായർ, മഹാഭാരതത്തിൽ ഏകലവ്യൻ ദ്രോണാചാര്യയിൽ നിന്ന് പഠിച്ചത് ഒരിക്കലും നേരിട്ടുള്ള ശിക്ഷണത്തിലല്ല. എന്നിട്ടും അദ്ദേഹം അർജുനേക്കാൾ വളരെ നന്നായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു മെന്റർ എന്നുള്ളതിന്റെ പ്രാധാന്യത്തിന്റെ പ്രസക്തി എന്നുള്ളത് ചുരുക്കം വാക്കുകളിലൊന്ന് സ്വീകരിക്കാമോ? ഏകലവ്യനായിരുന്നു വേൾഡിൽ ആദ്യത്തെ റിമോട്ട് ലേണിംഗ് സ്റ്റുഡൻറ് അല്ലേ?
അന്ന് കമ്പ്യൂട്ടറിലായിരുന്നു, പക്ഷെ അന്ന് ഇ ലേണിങ്ങിലായിരുന്നു ആദ്യം ചെയ്തത്. പക്ഷെ ഈ മെൻറ്റർ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള മെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഒന്ന് പഠിപ്പിക്കുന്ന മെൻറ്റേഴ്സ് ഉണ്ട്, സോ കോച്ചസ് ആൻഡ് ടീച്ചേഴ്സ് അങ്ങനത്തെ ഉണ്ട്. പിന്നെ റോൾ മോഡൽസ് ഉണ്ട്. റോൾ മോഡൽസ് എന്ന് പറയുമ്പോൾ അവരെ നോക്കിയിട്ട് അവരെ പോലെ ചെയ്യുക, അങ്ങനെ ഒരു മെൻറ്റേഴ്സ് ഉണ്ട്. ദെൻ ദർ ആർ ഇൻസ്പയറേഴ്സ്. ഇൻസ്പയറേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്റ്റീവ് ജോബ്സിനെയോ മാർക്ക് സക്കർബർഗ് അങ്ങനെ പലരെയും അവരെ നമ്മൾ അറിയുന്ന പോലും ഇല്ല, പക്ഷെ അവർ ചെയ്തത് അതിനെപ്പറ്റി കേട്ടിട്ടും വായിച്ചിട്ടൊക്കെ നമ്മളൊരു ഒരു ഇൻസ്പയർ ചെയ്യുക, അങ്ങനെയുണ്ട്. സോ ഈ എല്ലാവരെയും കൂടെ കൂട്ടി വരുമ്പോൾ, സോ ഇഫ് ഐ കോൾ ദ മെൻറ്റേഴ്സ്. പിന്നെ അതുപോലെ മെൻറ്റീസ് ഉണ്ട്. മെൻറ്റീസ് ആർ ദ സ്റ്റുഡൻസ്, ദ ചിൽഡ്രൻ ആൻഡ് ഹൂ ആർ മെൻറ്റർ. ഓക്കെ, സോ ഈ ഫിസിക്സിൽ പണ്ടൊരു ഫോർമുല പോയിട്ട് കാണുമ്പോൾ ഗ്രാവിറ്റി ഫോഴ്സ് ബിറ്റ്വീൻ ടു ബോഡീസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് m1 m2 ഡിവൈഡഡ് ബൈ r² എന്ന് വെച്ചാൽ ഇൻവേഴ്സ് സ്ക്വയറിലാന്ന് പറയും. ഇപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദ ടു ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് സ്ക്വയർ. ഇതുപോലെ ഈ മെൻറ്റേഴ്സിൻ്റെ ഇൻഫ്ലുവൻസും അതുപോലെയാണ്. സോ you can have a mentor like Steve Jobs who's passed away, or Mark Zuckerberg that you're sitting somewhere else. They have an influence on the students, the children who look at them and read about them. Okay, പക്ഷെ അതിനേക്കാളും ധാരാളം ഇൻഫ്ലുവൻസ് ഉള്ളത് അടുത്തുള്ളവരാണ്. സോ ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് വളരെ കുറവുമ്പോൾ you can actually, even with a little bit of inspiration, the children can grow faster. Okay, so ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ടീച്ചർ ഉള്ളത്, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ടീച്ചർ അടുത്തുണ്ടെങ്കിൽ ടീച്ചർ പറയുന്ന ഒരു വാക്കിന് യു ഹാവ് മോർ ഇൻ വാല്യൂ ദാൻ സംബഡി ഫാർ അവേ. സോ ബ്രിങ്ങിങ് അപ്പ് മെൻറ്റേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ പലയിടത്തും ഞാനിപ്പോൾ പല എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്, ഇപ്പോൾ പല വില്ലേജിലൊക്കെ പോയി യങ് അഡൽട്സിലേക്ക് വിളിച്ചിട്ട് അവരുടെ കുറേ ഇലക്ട്രോണിക്സും കുറേ മെക്കാനിക്കൽ മോട്ടോഴ്സൊക്കെ കൊടുത്തിട്ട് പറയും, പോയി ഇതുകൊണ്ട് ആ കുട്ടികൾക്ക് കാണിക്കുക, ഇത് വെച്ചൊരു റോബോട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഇതൊക്കെ ഗുജറാത്തിലും ഒക്കെ ചെയ്താണ് ഞാൻ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട്. അപ്പോൾ ഇവർ പോയി കുട്ടികളെ കൊണ്ട് കാണിച്ചിട്ട് ഇങ്ങനെ ഇത് വെച്ച് റോബോട്ടൊക്കെ ഉണ്ടാക്കുക. അത് എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് എൻ്റെ വെബ്സൈറ്റിൽ പോകുമ്പോൾ zero2maker.org പോകുമ്പോൾ കാണാം. സോ അവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുട്ടികളത് നോക്കിക്കഴിയുമ്പോൾ അവർക്കും ചെയ്യണമെന്നുണ്ട്. ഓക്കെ, സോ ദേ ഓൾസോ സ്റ്റാർട്ട് ടു ലേൺ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ യു ആർ ആക്ച്വലി ചേഞ്ചിങ് ദർ ലൈഫ് ട്രജക്ടറി ബൈ ഇൻട്രൊഡ്യൂസിങ് ദം. ഞാനിപ്പോൾ എഞ്ചിനീയറാണ്. ഞാൻ നാട്ടിൽ വളർന്നു വന്നപ്പോൾ 10-12 വയസ്സായപ്പോൾ ആദ്യമായിട്ട് ഒരു റേഡിയോ കണ്ടത് ഞാൻ എൻ്റെ വീട്ടിൽ റിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുപോയപ്പോഴാണ്. അതിനകത്ത് ഞാൻ ആദ്യം വിചാരിച്ച് റേഡിയോയ്ക്കകത്ത് ചെറിയ മനുഷ്യരുടെ പാട്ട് പാടുന്നുണ്ട് വിചാരിക്കും. അവരതിനകത്ത് താമസിക്കുക, പാട്ട് പാടുക എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു, 10 വയസ്സല്ലേ. അപ്പോൾ ഈ റേഡിയോ റിപ്പയറിൽ കൊണ്ടുപോകുമ്പോൾ അയാൾ തുറന്നകത്ത് കാണുമ്പോഴാണ് അറിയുന്നത് ഇതിനകത്തൊന്നുമില്ല, ഇതൊക്കെ ഒരു എഞ്ചിനീയറിങ് ഇതാണ്. അതുകൊണ്ട് ഐ വാസ് സോ ഫാസിനേറ്റഡ്. ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചെറിയ റേഡിയോ ഒക്കെ ഉണ്ടാക്കി നോക്കി, ക്രിസ്റ്റൽ റേഡിയോ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ് പഠിക്കണമെന്നുണ്ട്, അങ്ങനെ എഞ്ചിനീയറിംഗ് പോയി പഠിച്ചു, പ്രോഡക്റ്റ് ഡിസൈൻ പഠിച്ചു. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ഇതൊക്കെ. സോ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വെൻ യു ലുക്ക് ബാക്ക്, ഇത് നോക്കുമ്പോൾ ഒരാൾ ഒരു 2 ദിവസത്തിനുള്ളിൽ എന്നെ എന്തോ കാണിച്ചു, അതെൻ്റെ കംപ്ലീറ്റ് ലൈഫ് മാറി. ഓക്കെ, സോ ദ ലൈഫ് ഓഫ് എ മെൻറ്റർ is not, you don't have to be a teacher sitting right next to you all the time. You could be somebody who can show a better life, a better way of living. And my uncle was my role model. So angane so you can actually create these mentors, and the teachers today have a very different role today, because iduപോലെ നേരത്തെ പറഞ്ഞ പോലെ information is everywhere. The job of a teacher today is not to give information, but to give inspiration. ആ കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കാനായിട്ടൊരു ഇൻസ്പയർ ചെയ്യുക, അത് ചെയ്യാമെങ്കിൽ അവർ തന്നെ പോയി എല്ലാം പഠിച്ചോളും. കാരണം വെച്ചാൽ ഇൻഫർമേഷൻ ഇസ് എവറിവെയർ, യു ക്യാൻ വെരി ഈസിലി ഫൈൻഡ് ഇറ്റ്. സോ ദാറ്റ് ഈസ് പ്രിറ്റി മച്ച് വാട്ട് ഐ ഹാവ് ടു സേ. ഡോക്ടർ തോമസ് മാത്യു, ഈ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഫേസ് നമ്മളിപ്പം അങ്ങോളം ഇങ്ങോളം വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. പലപ്പോഴും ഈ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് അങ്ങ് നേരത്തെ പറഞ്ഞ രീതിയിൽ സ്പൂൺ ഫീഡിങ്ങിലും
കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിലുമായിട്ട് ഒതുങ്ങുന്നു. ഇതിനെ എങ്ങനെയാണ് നമുക്കൊരു മാറ്റം വരുത്തി ഒരു മോട്ടിവേഷനിലായിട്ടും ഒരു ഇൻസ്പിറേഷനിലായിട്ടുമുള്ള ഡയമെൻഷനിലാക്കി വിപുലീകരിക്കാൻ നമുക്ക് പറ്റുക? ഈ മെന്ററിങ് എന്ന് പറയുന്നത് എല്ലാ രംഗത്തും വളരെയേറെ പ്രാധാന്യമുണ്ട്. മെഡിക്കൽ രംഗത്ത് വളരെയേറെ പ്രാധാന്യം എക്കാലത്തെക്കാളും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ, സമയക്കുറവുകൊണ്ട് അത് ഞാൻ വിപുലമായി പറയേണ്ടതില്ല. പക്ഷെ ഒരു കഥ പറയാതെ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായത് വളരെ പ്രഗത്ഭനായ ഒരു മെന്റർ, ഒരു പ്രൊഫസർ, തന്റെ ഏറ്റവും അതിപ്രശസ്തനായ, ഏറ്റവും നന്നായിട്ട് പഠിക്കുകയും എല്ലാ വിഷയങ്ങളിലും ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുകയും ചെയ്ത വിദ്യാർത്ഥിയുടെ MD പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ പ്രൊഫസറെ കാണുകയുണ്ടായി. അദ്ദേഹം എൻ്റെ ഗുരുവാണ്. ഞാൻ അദ്ദേഹത്തോട് വളരെ സന്തോഷത്തോട് ചോദിച്ചു, ഇന്ന സ്റ്റുഡന്റ് വളരെ നന്നായിട്ട് അപ്പിയർ ചെയ്ത് കാണുമല്ലോ, കാരണം പുള്ളി അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭനായ വിദ്യാർത്ഥിയാണ്. അപ്പൊ ആ സാറാണ് ആ വിദ്യാർത്ഥിയുടെ മെന്ററായിട്ടും ഞങ്ങൾക്കെല്ലാം അറിയാം. കാരണം ഞങ്ങൾക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം കൂടെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അത്ര സന്തോഷത്തോടെയല്ല അപ്പൊ പറഞ്ഞത് മറുപടി. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, അവൻ നന്നായിട്ട് പരീക്ഷയിലെല്ലാം അറ്റൻഡ് ചെയ്തു. പക്ഷെ ഒരു കാര്യമുള്ളത്, നാളെ മുതൽ അവൻ എൻ്റെ തൊട്ടടുത്ത വീട്ടിന്റെ അവിടെ ബോർഡ് വെച്ച് അവനും പ്രാക്ടീസ് തുടങ്ങും. നാളെ അവൻ എൻ്റെ ഒരു കോമ്പറ്റീറ്ററായി മാറുകയാണ്. അതുകൊണ്ട് അത്ര സന്തോഷം അദ്ദേഹത്തിന് തോന്നിയില്ല. ഇത് ഞാൻ ഇവിടെ പറയുന്നത്, ഒരു മെന്റർ എന്ന് പറയുന്നത് ഒരു മെന്റിയെ തികഞ്ഞ ആരാധനയോടെ തന്നെ കാണണമെന്ന് ഞാൻ പറയും. കാരണം നമ്മളുടെ കഴിവുകൾക്ക് അപ്പുറത്തൊരു കഴിവ് അയാൾക്കുണ്ട്. നമ്മൾക്കത് കാണാൻ പറ്റുന്നില്ല. ആ റോ സ്റ്റോൺ പോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ആ ചിസിൽ ഔട്ട് ചെയ്ത് കിടക്കുമ്പോൾ ശില്പം എപ്പോഴും ശില്പിയേക്കാൾ മെച്ചമാവുകയും ആ ശില്പി ഓർമ്മിക്കപ്പെടുന്നത് ശില്പം കൊണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം ഓരോ മെന്ററിനും ഉണ്ടാവുന്ന നല്ലതാണ്. ഹ്യൂമൻ ടാലൻസ്, ഹ്യൂമൻ സ്കിൽസ്, മാനുഷിക മൂല്യങ്ങളിലാവുന്ന ആ ശില്പത്തെ മെനഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മെന്റർ അയാളുടെ ഒരു ആരാധകനും സ്നേഹിയും തന്നെയാവണം. ഒരിക്കലും ഒരു മെന്റർ എൻ്റെ മെന്റിയെ ഒരു കോമ്പറ്റീറ്ററായിട്ട് കാണാൻ കഴിഞ്ഞാൽ, കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അവനുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ തനിക്ക് കിട്ടിയതിനേക്കാൾ വളരെ ആവാം. ഈ ഒരു ഇതിലാണ് ഈ ടോപ്പിക്ക് ക്രിറ്റിസിസത്തിലേക്ക് പോകാതിരിക്കാനും സ്പൂൺ ഫീഡിങ്ങിലേക്ക് പോകാതിരിക്കാനും ശ്രദ്ധിക്കണമെന്ന് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മെന്റിയെ ആരാധനയോടെ കാണുകയാണെങ്കിൽ അവൻ നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ളവനല്ല, മറിച്ച് അവനിലുള്ള പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ഒരു ഉപകരണമാകുന്നു എന്ന് മെന്റർ തീരുമാനിക്കുന്നിടത്താണ് ആ ഉപകരണം ഏറ്റവും നല്ല ഒരു എക്സലൻസിലേക്ക് പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് മറുപടി പ്രൊഫസർ. ഡോക്ടർ, സോറി, നമ്മളിപ്പം സ്പീഡപ്പ് ചെയ്യുകയാണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിൽ വന്ന് കിടപ്പുണ്ട് എന്ന് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. പ്രൊഫസർ, പല വിജയിച്ച വ്യക്തികളും അവരുടെ ടീച്ചേഴ്സിനെ കുറിച്ചും കോച്ചസിനെ കുറിച്ചിട്ടും അവരുടെ ഗുരുക്കന്മാരെ കുറിച്ചിട്ടും വളരെ ആഴത്തുള്ള ആത്മബന്ധത്തെ കുറിച്ചാണ് പലപ്പോഴും പറയാറ്. ഈ കൂടുതൽ ആഴത്തുള്ള ആത്മബന്ധം ഉണ്ടാകുമ്പോൾ ശിഷ്യരുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരുവാൻ ഗുരുക്കന്മാർക്ക് സാധിക്കാതെ വരുമോ? നമുക്കൊന്ന് വേഗത്തിൽ മറുപടി പറയാമോ? അതായത് പല വിജയിച്ച ഉന്നതിയുള്ള പല വ്യക്തികളും പലപ്പോഴും അവരുടെ ടീച്ചേഴ്സിനെ കുറിച്ചിട്ടും അവരുടെ കോച്ചസിനെ കുറിച്ചിട്ടും ഗുരുക്കന്മാരെ കുറിച്ചിട്ടും അവർ തമ്മിലുള്ള വളരെ ആഴത്തുള്ള ആത്മബന്ധത്തെ കുറിച്ചാണ് പലപ്പോഴും പറയാറുള്ളത്. കൂടുതൽ ആഴത്തിലുള്ള ആത്മബന്ധം ഉണ്ടാകുമ്പോൾ ഈ ശിഷ്യരുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരുവാൻ ഗുരുക്കന്മാർക്ക് സാധിക്കാതെ വരുമോ? ഡോക്ടർ തോമസ് സാർ പറഞ്ഞ പോലെ, student is an embodiment of you. Student is what you create. അപ്പോൾ ഒരു parent, so teacher student relationship is ഒരു parent child relationship പോലെയാണ്. Okay, that means ആ ഒരു ബന്ധം parent student parent and child ആയിട്ടുള്ള ബന്ധം, you need to have the depth of the bond. So I don't think that, so that love for your children, love for your student actually makes it harder to correct them, to teach them. Okay, so
ദാറ്റ് മീൻസ് ഇഫ് യു എനിക്ക് ഇപ്പം നമ്മളെല്ലാവരും അച്ഛനും അമ്മയൊക്കെ ധാരാളം അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്, വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫൻ അവർ നമുക്ക് അടി തരുമ്പോൾ ആക്ച്വലി അവർക്കാണ് ഇതിനേക്കാളും കൂടുതൽ വേദന എടുക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അവർ ചെയ്യുന്നതെന്നാൽ യു ആർ ആക്ച്വലി ട്രൈങ് ടു കറക്റ്റ് യു. ഓക്കെ, ആൻഡ് ആ ഡെപ്ത് ഇസ് a child cannot understand the love of a parent, or a student cannot understand the love of a teacher. അവരുടെ ആ ഒരു പൊസിഷനിൽ നിന്ന് അപ്പോൾ നോക്കുമ്പോൾ സോ ഐ തിങ്ക് ഇതേ അത് വളർന്ന് വരുമ്പോഴാണ് പിന്നെ തിരിച്ചു നോക്കുമ്പോൾ അറിയുന്നത്. എനിക്ക് തന്നെ ഒരു ഓർമ്മയുണ്ട്, ഞാൻ സൈനിക് സ്കൂളിലാണ് പഠിച്ചത് കഴക്കൂട്ടത്ത്. ഒരു ദിവസം രാത്രിയിൽ എൻ്റെ ടീച്ചർ വന്നു, എന്നെ വിളിച്ചുണർത്തി, എന്നെ തിരിച്ച് മെസ്സിൽ കൊണ്ടുപോയി. അവിടെ നിന്നപ്പോൾ മെസ്സെല്ലാം ആഹാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ലിയർ ചെയ്ത് എൻ്റെ പ്ലേറ്റ് മാത്രം ഇട്ടിട്ടുണ്ട് ആ ഒരു മെസ്സിൽ. പുള്ളി എന്നെ ഒന്ന് ഇരുത്തി, ബാക്കി ആഹാരം തീർത്തിട്ടില്ലായിരുന്നു, വേസ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ രാത്രി 10 മണിക്ക് എല്ലാം ആഹാരം വളരെ തണുത്തിരിക്കുകയാണ്. അത് പുള്ളി എന്നെ കൊണ്ട് കഴിപ്പിച്ചു. എന്നിട്ട് തിരിച്ചു കൊണ്ട്, അന്നൊക്കെ എനിക്ക് വലിയ ദേഷ്യമായിരുന്നു, അപ്പോൾ എന്തിനാണ് ഈ ടീച്ചർ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഡെക്കേഡ്സ്, ഇത്രയും കൊല്ലങ്ങളായി ഞാൻ അതിന് ആഹാരം വേസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ആ ഒരു പഠിപ്പിക്കാനായിട്ടുള്ള അതിനുവേണ്ടി ഒരു എക്സ്പീരിയൻസ് ഹീ ഗേവ് മീ ദറ്റ് എക്സ്പീരിയൻസ്. ബട്ട് ഐ എം ഷുവർ ആ ടീച്ചറിന് എന്നെക്കാളും വളരെ വേദന ഉണ്ടായി കാണും ആ ഒരു എക്സ്പീരിയൻസിൽ. പക്ഷേ ഇറ്റ് ഹാഡ് ടു ടീച്ച് മീ സംതിങ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് ദ റിലേഷൻഷിപ്പ്. ആൻഡ് ഐ തിങ്ക് അതില്ലാതെ യു കനോട്ട് ഹാവ് എ മെൻറ്റി മെൻറ്റർ, you cannot have a parent-student relationship, a parent-child relationship. ആ ഒരു ലവ് ഇല്ലാതെ നടക്കില്ല. അതല്ലെങ്കിൽ ഇറ്റ്സ് എ ട്രാൻസാക്ഷനോ ഇൻട്രാക്ഷൻ. ഓക്കെ, ഡോക്ടർ തോമസ് മാത്യു, പല പാരൻസും കോച്ചസും മെന്റേഴ്സും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവരുടെ കുട്ടികളെയും ശിഷ്യന്മാരെയും പ്രയോജനപ്പെടുത്താറുണ്ട്. ഇത് പക്ഷെ പലപ്പോഴും ആ കുട്ടികളുടെയോ ശിഷ്യരുടെയോ സ്വപ്നങ്ങളാകണമെന്നുമില്ല, പലപ്പോഴും വിരുദ്ധമാകാറുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? ഈ കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളല്ലോ. കാരണം നമ്മുടെ സ്വപ്നങ്ങൾ മാത്രമായിരിക്കുകയും നമ്മുടെ മക്കളുടെയും നമ്മുടെ വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങൾ അവരുടേതാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഓരോ അധ്യാപകന്റെയും ലക്ഷ്യം. സ്വപ്നം കാണുക എന്നുള്ളതായിരിക്കണം ഓരോ വിദ്യാർത്ഥിയുടെയും ലക്ഷ്യം. ശരിക്കും ഈ ഒരു റോഡ് ടു എക്സലൻസ് അല്ലെങ്കിൽ മോൾഡിംഗ് എക്സലൻസ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു മെഡിയോക്കർ ആൻഡ് എക്സലൻസ് എന്ന് പറയുന്നതിന് സീയിങ് ഡ്രീംസ്, സ്വപ്നം കാണുന്നതിന് ഒരു വലിയ പങ്കുണ്ട്. നമ്മൾ ഇല്ലാത്ത ഒരു കാര്യത്തിനെ ഉണ്ട് എന്ന് സങ്കല്പിക്കുകയും അല്ലെങ്കിൽ എന്താവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് സ്വപ്നം കാണുക, കണ്ണ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണ് തുറന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമെന്ന് നമ്മുടെ പ്രഗത്ഭർ പറഞ്ഞിട്ടുള്ളത് പോലെ ആ സ്വപ്നം കാണാത്ത ഒരാളിന് ഒരിക്കലും തൻ്റെ ഒരു പെർഫോമൻസ് എത്ര എഫിഷ്യന്റ് ആയിട്ട് എത്ര ഇഫക്റ്റീവായിട്ട് ചെയ്താലും എക്സലൻസിൽ എത്തിക്കാൻ കഴിയില്ല. ആൻഡ് കീപ്പ് ഓൺ ഡൂയിങ് ദിസ് തിങ്. ഒരു കാര്യം 1000-ലോ 10,000-ലോ അധികം നാളുകൾ ചെയ്യേണ്ടി വരുമ്പോഴും എക്സലന്റ് ആയിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ആ സ്വപ്നം കാണുകയാണ്. ഇതിന്റെ എൻഡ് റിസൾട്ട് ഈസ് ഗോയിങ് ടു ബി എ സക്സസ്, ഈസ് ഗോയിങ് ടു അച്ചീവ് ദ പർപ്പസ് എന്നുള്ള ആ വലിയ സ്വപ്നമാണ് അവരെ നയിക്കുന്നത്. ഒരു കാരണവശാലും മാതാപിതാക്കൾ തങ്ങളുടെ സ്വപ്നങ്ങൾ തങ്ങളുടെ മക്കളിലൂടെ ജീവിച്ചു തീർക്കാൻ ശ്രമിക്കുന്നത് ഗുണം ചെയ്യുകയില്ല. അത് ഏത് തലത്തിലുള്ളതായിരുന്നാലും. ഇപ്പൊ ഡോക്ടർ ദമ്പതിമാർ തങ്ങളുടെ മക്കളെ എല്ലാവരെയും ഡോക്ടർ ആവാതെ അവരടങ്ങിയിരിക്കുകയില്ല. അത് പഠനം എടുത്താൽ തന്നെ അറിയാം. എങ്ങനെയെങ്കിലും അതുണ്ടാക്കുന്ന സ്ട്രെസ്, ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ്, അതിൽ എത്ര പേര് കംപ്ലീറ്റ് ചെയ്യുന്നു, എത്ര പേര് വഴി വെച്ച് നിർത്തിപ്പോകുന്നു. ഇത് അവരവരുടെ സ്വപ്നങ്ങൾ ലിമിറ്റ് ചെയ്യുന്നതും കൂടെ കൊണ്ടാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ മാതാപിതാക്കളോ അധ്യാപകരോ കാണുന്ന സ്വപ്നത്തിന്റെ ലിമിറ്റിനും അപ്പുറം സ്വപ്നം കാണാനും പ്രവർത്തിക്കാനും ഉള്ള പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടെത്താൻ സഹായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എത്ര ടെംപ്റ്റേഷൻ ഉണ്ടായാലും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ ആ സ്വപ്നങ്ങളിൽ ഇടപെടാതിരിക്കുക. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളോടൊപ്പം തന്നെ ഇരിക്കട്ടെ. We will take them to our grave, not to our children's or students' grave. ഇതായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ട അതൊരു തിരിച്ചറിവാണ്. നമ്മൾ ഒരു പോസിറ്റീവ് ലൈഫിന് പോസിബിലിറ്റികൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് പോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്
നമ്മുടെ സ്വപ്നങ്ങൾ മറ്റുള്ളവരുടെ സ്വപ്നങ്ങളിലേക്ക് ഐഡന്റിഫൈ ചെയ്യുകയും ചാർത്തി കൊടുക്കുകയും ചെയ്യുക എന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. വളരെ നന്ദി ഡോക്ടർ ആൻഡ് പ്രൊഫസർ. മാറുന്ന ഈ ലോകത്ത് മാറുന്ന ചിന്തകളോടുകൂടെ വളരെ വലുതായി സ്വപ്നം കാണാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും വാക്കുകൾ കൊണ്ടും ഈ സെഷൻ കൊണ്ടും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആയിട്ടുള്ള മിസ് നിരഞ്ജന, ഷീ ഈസ് നൗ ഇൻ മണിപ്പാൽ, joining us from Manipal, and Miss Arya from Trivandrum. അവർ രണ്ടുപേരും Q&A സെഷന് വേണ്ടി ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു നിരഞ്ജന. താങ്ക് യു സർ. നമസ്കാരം എല്ലാവർക്കും. ഞാനും ആര്യ മാമും ആയിരിക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ആര്യ മാം നമ്മുടെ ആ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന പദ്ധതിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണ്. ആര്യ മാം ആയിരിക്കും നമ്മുടെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആര്യ മാം. ഓക്കെ, താങ്ക് യു നിരഞ്ജന. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തോമസ് സാറിനോടാണ് ചോദിച്ചിട്ടുള്ളത്. ഗോപികയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വളരെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ടീച്ചേഴ്സ് ആർ നാഷൻ ബിൽഡേഴ്സ് ആണല്ലോ. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളുടെ അധ്യാപകർ എത്രമാത്രം ആ ഒരു നാഷൻ ബിൽഡേഴ്സ് ആവാൻ അവർക്ക് സാധിക്കുന്നുണ്ട്, എത്രമാത്രം കുട്ടികളുടെ ആ ഒരു എക്സലൻസ് മോൾഡ് ചെയ്യാൻ ഇന്നത്തെ അധ്യാപകർക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗോപികയുടെ സാറിനോടുള്ള ക്വസ്റ്റ്യൻ. സർ, ആൻസർ പ്ലീസ്. ഏത് മേഖലയിലുള്ള അധ്യാപകരായിരുന്നാലും ഇന്നത്തെ പാഠ്യപദ്ധതിയും അതുപോലെ തന്നെ വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചട്ടക്കൂടുകൾക്കിടയിൽ പെട്ടുകൊണ്ട് അധ്യാപകർക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഒരു മോൾഡിംഗ് എക്സലൻസിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളത്. ഏറ്റവും പ്രധാന പ്രശ്നം അവർക്ക് ഓരോ കുട്ടികൾക്കും വേണ്ടി നൽകാൻ, ഓരോ കുട്ടിക്കും വേണ്ടി നൽകാനുള്ള സമയത്തിന്റെ കുറവാണ്. ഇത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ നമുക്ക് തുറന്നു കിട്ടുന്ന ഈ മീഡിയകൾ, ഈ പ്ലാറ്റ്ഫോംസ്, ഇത് ഒരു പരിധിവരെ സഹായമാകുമെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഇൻഡിവിജ്വലായിട്ട് ഔട്ട് ഓഫ് സ്കൂൾ അവേഴ്സ്, ഔട്ട് ഓഫ് ക്ലാസ് റൂം അവേഴ്സിലും കുട്ടികളുടെ ആയിട്ട് ബന്ധപ്പെടാനും ഏതൊരു പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ എന്തൊരു സംശയം ഉണ്ടായാലും എന്തെങ്കിലും ഒരു സഹായം, ഒരു അഡ്വൈസ്, ഉപദേശം വേണമെങ്കിലും തന്നെ വിളിക്കാം, എന്റെ ടീച്ചറെ വിളിക്കാം, മാമിനെ വിളിക്കാം, അല്ലെ സാറിനെ വിളിക്കാം എന്നൊരു ബോധം, എന്നൊരു വിശ്വാസം ആ കുട്ടിക്ക് ഉണ്ടാക്കിയെടുത്താൽ ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇപ്പൊ നമ്മൾ സമ്മതിക്കുന്ന പോലെ തന്നെ സമ്മതിക്കാൻ പറ്റും. ഇന്നുള്ള ഫിസിക്കൽ, ഇതുവരെ നിലനിന്നിരുന്ന ഒരു ഫിസിക്കൽ സ്പേസിന്റെയും ടൈമിന്റെയും ലിമിറ്റേഷൻ നമുക്ക് മറികടക്കാൻ കഴിയും. പക്ഷെ അവിടെയെല്ലാം ആ അധ്യാപകൻ വിദ്യാർത്ഥികളുടെ ഒപ്പം താതാത്മ്യം പ്രാപിക്കാനും അവരിൽ ഒരാളാവാനും ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ ലോകത്തും സൗഹൃദമായിട്ടുള്ള അധ്യാപകർ വളരെ ഡീപ്പായിട്ട്, വളരെ ആഴത്തിലേക്ക് വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബത്തിലേക്കും കാര്യങ്ങൾ ഇറങ്ങി ചെല്ലുന്നുണ്ട്. അവരുടെ ജീവിതത്തെ തന്നെ, എന്തിന് ഈ വിദ്യാർത്ഥി പിന്നീട് വിവാഹം കഴിച്ച വിവാഹ ബന്ധത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാനായിട്ട് അവരെപ്പോഴും വിളിക്കുന്ന അധ്യാപകരുണ്ട്. അതുകൊണ്ട് ഇത് വലിയൊരു പോസിബിലിറ്റിയാണ്. നമ്മൾക്ക് ഉള്ള പരിമിതികൾക്കപ്പുറത്ത് അധ്യാപകനും വിദ്യാർത്ഥിയുമായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ഈ പ്ലാറ്റ്ഫോമുകൾ സഹായിക്കട്ടെ, അല്ലെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസ് അധ്യാപകരും കണ്ടെത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജേഷ് സാറിനോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തങ്ങളുടെ ഒരു എക്സലൻസ് മോൾഡ് ചെയ്യാനായിട്ട് സ്വന്തം കൂട്ടുകാര്, റിലേറ്റീവ്സ്, പാരന്റ്സ്, ടീച്ചേഴ്സ്, അവരുടെയൊക്കെ റോള്, അവർക്ക് എന്താണ് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക, ഒരു കുട്ടിക്കോ ഒരു വ്യക്തിക്കോ വേണ്ടി? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സർ, ആൻസർ പ്ലീസ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ആൻസർഡ് ഇറ്റ് ലിറ്റിൽ വൈൽ ബാക്ക്, പക്ഷേ ഒരിക്കൽ കൂടെ പറയാം. സോ ഈ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു ആഫ്രിക്കൻ സേയിങ് ഉണ്ട്, ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ്. ഒരു കുട്ടിയെ വളർത്തുന്നതിന് ആ വില്ലേജിലുള്ള പലർക്കും പല റോളുണ്ട്. ഓക്കെ, സോ നമുക്ക് ഓരോ സ്റ്റുഡൻസിനെ കുട്ടികളെ വളർത്തുന്നതിന് പലർക്കും പല റോളുണ്ട്. വീട്ടിലുള്ളവർക്കും ചുറ്റുപാടിലുള്ളവർക്കും ടീച്ചേഴ്സിനും അങ്ങനെ പലർക്കും റോൾസ് ഉണ്ട്. അവർ കാണിക്കുന്ന റോൾ മോഡൽസ്, അവർ കാണിക്കുന്ന
കൊടുക്കുന്ന അഡ്വൈസ് അതൊക്കെ it is molding this kid, okay, molding this child. അപ്പോൾ അത് ആദ്യത്തെ character is one thing. So there are 2-3 things I want to talk about. Building character. The character, so അത് അപ്പോഴെ തന്നെ if somebody is showing the right character, you need to support it. If somebody is showing the wrong character, you need to correct it, because that is something which is very hard to change later. Okay. Second, ability to take risks. Okay, that means I'm failure എന്നുള്ള ഒരു പലതും ചെയ്തു നോക്കി, it is okay to fail because you use it as a tool for learning. അങ്ങനത്തെ ഒരു ഫെയിലിയർ ആസ് എ പോസിറ്റീവ് തിങ് അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഈ കുട്ടികൾക്ക്? നമുക്ക് കുട്ടികൾക്കൊന്നും ഫെയിൽ ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റികളും കൊടുക്കത്തില്ല. ഓക്കെ, ഇമാജിൻ ഇപ്പോൾ കുഞ്ഞ് വളർന്നു വരുമ്പോൾ നടക്കാനായിട്ടുള്ള പലപ്പോഴും വീഴും നടക്കാൻ പഠിക്കുമ്പോൾ. അപ്പോഴൊക്കെ നമ്മൾ നിനക്ക് നടക്കാൻ പഠിക്കാൻ രക്ഷയില്ല, നീ യു ഡോണ്ട് ലേൺ ടു വാക്ക്, അങ്ങനെ പറയില്ലല്ലോ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടി വളർന്നു വരുമ്പോൾ. But as you grow up, there are several things you have to learn the same way. You have to learn by failure. And the job of parents and teachers and the ecosystem is to give them opportunity for controlled failures. That means controlled failure means, if you're trying to make this child walk, you put them on ഒരു കാർപ്പറ്റിലൊക്കെ ഇട്ട് പഠിപ്പിക്കാൻ പഠിക്കും. അല്ലാതെ സ്റ്റെയർ കേസിലല്ല പഠിപ്പിക്കുന്നത് ഒരു വയസ്സായ കുട്ടിയെ പഠിപ്പിക്കാനായി നടക്കാൻ പഠിപ്പിക്കുന്നത്. സോ യു ഹാവ് ടു ഗിവ് ദം കൺട്രോൾ സ്പേസ് വേർ ദേ കൻ ടേക്ക് ലാർജ് സ്റ്റെപ്സ്. ഓക്കെ, ആ ഒരു നമ്മളെല്ലാവരും അങ്ങനെ പഠിച്ചതെല്ലാം, പലതും തോറ്റു, അതിനെ അനലൈസ് ചെയ്തു. അപ്പോൾ അനലൈസ് ചെയ്തു, ഇതാണ് പറ്റിയത്, സോ ഐ ലേൺ ഫ്രം ഇറ്റ് and I don't make the same mistake and I improve on it. So we should encourage that the failure എന്ന് പറയുന്ന ഒരു സെലിബ്രേറ്റ് ചെയ്യണം, is as a tool for learning. I think that one single change can make a big difference in the learning. Yes sir, thank you sir. Sir പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു ചെറിയ ചേഞ്ച് മതി നമ്മൾക്ക് വലിയ മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. അതുപോലെ തന്നെയാണ് നമ്മൾ പരാജയങ്ങളിൽ നിന്നും വീഴ്ചകളിൽ നിന്നുമാണ് കുട്ടികളും മുതിർന്നവരും ഒക്കെ പഠിച്ച് വരുന്നത്. താങ്ക് യു സർ. ഒരു ക്വസ്റ്റ്യൻ കൂടി തോമസ് സാറിനോടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വളരെ ഡിഫറെന്റ് ആയ മേഖലകളിൽ സർ ഒരേ സമയം ഒരേപോലെ പ്രവർത്തിക്കാറുണ്ട്. ഒരു റിസർച്ചറായും ഒരു ഡോക്ടറായും ഒരു പ്രൊഫസറായും ഒരു ഡയറക്ടറായും ഒരു ആക്ടറായും ഒക്കെ. സാറിന്റെ എക്സലൻസ് അല്ലെങ്കിൽ സാർ എങ്ങനെയാണ് മോൾഡ് ചെയ്തത് എല്ലാം ഒരേ സമയം അത്രയും മൾട്ടി ടാസ്കിങ് ആയിട്ട് ചെയ്യാൻ സാർ എങ്ങനെയാണ് സാറിനെ മോൾഡ് ചെയ്തതെന്നൊന്ന്, ആ ഒരു എക്സലൻസ് സാർ മോൾഡ് ചെയ്തത് എങ്ങനെയെന്നൊന്ന് ഞങ്ങളോട് ഷെയർ ചെയ്താൽ. ഇത് ഒരു ബോധപൂർവമായിട്ട് അല്ലെങ്കിൽ പോലും ഈ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത അധ്യാപകരുടെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആണ്. സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു തിയേറ്റർ വർക്ക്ഷോപ്പ് ആണ് എന്നെയും നാടക ലോകത്തേക്കും അല്ലെങ്കിൽ ഈ നാടക പ്രവർത്തനങ്ങളിലേക്കും വലിച്ചഴിച്ചു കൊണ്ടുപോയത്. ആരാധ്യനായ ഗുരുനാഥൻ വയലാ വാസുദേവപിള്ള സാറ്, അദ്ദേഹത്തിന്റെ ചരമവാർഷികം കൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ക്യാമ്പസ് തിയേറ്റർ വർക്ക്ഷോപ്പിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും മലയാളത്തിൽ നാടകങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗാന്ധിയനായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഈ ഒരു വലിയ ലോകം തുറന്നു വെച്ചു സൗഹൃദത്തിന്റെ. അദ്ദേഹം ഒരു റോൾ മോഡലായി നിന്നുകൊണ്ട് അത് ഏത് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ നാടകം ചെയ്യാം, ഗാന്ധിയനായിരുന്നുകൊണ്ട് തന്നെ അധ്യാപകനാകാം, ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റ് മുമ്പിൽ വരച്ചിടുന്ന അധ്യാപകരാണ് പലപ്പോഴും. ഇതുപോലെയുള്ള അധ്യാപകര് ആണ് പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത കോമ്പിനേഷൻസ് കൊണ്ടുവരാൻ കഴിയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഇതിലൊന്നും കഴിവുണ്ട് എന്ന് നമ്മൾക്ക് പോലും ബോധ്യമില്ലാത്ത ആ സമയത്ത് അവര് നമ്മളെ ഇതിലേക്ക് തള്ളിവിടുകയാണ്. നേരത്തെ അത് രാജേഷ് സാർ റിപ്പീറ്റഡ് ആയിട്ട് പറയുകയുണ്ടായിരുന്നു, നമ്മൾ ആ ലിമിറ്റുകൾ നോക്കാതെ ഫെയിലിയറുകൾ, പരാജയപ്പെടട്ടെ എന്നുള്ള ആ ഭീതി മറന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ള ധൈര്യമാണ് ഈ പല മേഖലകളിലും ഒരുപോലെ പ്രവർത്തിക്കാനുള്ള ധൈര്യം തരുന്നത്. നമ്മുടെ ഓരോ വ്യക്തിക്കും അനേക കാര്യങ്ങൾ ഒരുപോലെ ചെയ്യാൻ കഴിയും. കാരണം മനുഷ്യനെ ഒരു മൾട്ടി ടാസ്കിങ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു യന്ത്രം തന്നെയാണ് ആ കാര്യത്തിൽ. അവന്റെ ബുദ്ധി ഒരു രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും വേറൊരു കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനേക കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള കഴിവ് ഓരോ കാര്യത്തിലും ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ ഈ
എക്സലൻസിന് വളരെ പ്രധാനമാണ്. ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എത്ര കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്താലാവാൻ പറ്റുക. അത് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു നാടകം ചെയ്യുമ്പോഴായിരുന്നാലും ഒരു സ്റ്റേജിൽ ഒരു റോള് ചെയ്യുമ്പോഴായിരുന്നാലും എല്ലാം അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പരസ്പരപരമായ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിന്റെ എല്ലാം ബന്ധിപ്പിക്കുന്ന കണ്ണി മനുഷ്യനോടുള്ള സ്നേഹവും മാനവികതയോടുള്ള ആ ബഹുമാനവും തന്നെയാണ്. ഓക്കെ, താങ്ക് യു സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ നിരഞ്ജനെ വെൽക്കം ചെയ്യുവാണ്. നിരഞ്ജന പ്ലീസ്. താങ്ക് യു സർ. രാജേഷ് സാറിനോടാണ് എന്റെ ചോദ്യം. സർ, നേരത്തെ നമ്മുടെ ഡിസ്കഷനിൽ കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യത്തെ പറ്റിയെല്ലാം സംസാരിച്ചിരുന്നു. അതുകൂടാതെ ഇന്നത്തെ കാലത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ആത്മബന്ധം കുറഞ്ഞു വരുന്നു എന്നൊരു പരാതിയും പല ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനെ പറ്റി അരുണിമ രഞ്ജിത്ത് സൂമിൽ അയച്ചൊരു ചോദ്യമാണ്. കമ്മ്യൂണിക്കേഷൻ അധ്യാപനത്തിൽ വളരെ വേണ്ടപ്പെട്ടതാണ്, അതെങ്ങനെയാണ് സാധ്യമാക്കുന്നത്? സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു നമ്മളൊരു കോൺസെപ്റ്റ്, നമ്മുടെ ഐഡിയാസ് എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കിപ്പിക്കുന്നത്, അതാണ് ബേസിക്കലി ദ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് മാസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ദ ടീച്ചർ ക്യാൻ നിന്ന് പലതും പറയാം, പക്ഷെ ആ സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ പറ്റില്ല. ആ ഒരു എബിലിറ്റി ടീച്ചറിനില്ലെങ്കിൽ സ്റ്റുഡൻറ്റ് കനോട്ട് ലുക്ക് അറ്റ് ദ ടീച്ചർ ആൻഡ് സേ ഐ അണ്ടർസ്റ്റുഡ് എവറിത്തിങ് യു സെഡ്, ദെൻ ദാറ്റ് ആക്ച്വലി ചേഞ്ചസ്, ഇറ്റ് കനോട്ട് ഇൻസ്പയർ ദ സ്റ്റുഡൻറ്റ്. ഈ സ്റ്റുഡൻറ്റിന് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഇല്ലെങ്കിൽ they cannot connect with the people around them. So if you ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് കയറുമ്പോൾ ആലോചിച്ച് നോക്കണം, ഇഫ് യു കനോട്ട് കമ്മ്യൂണിക്കേറ്റ് യുവർ ഐഡിയാസ്. ഇപ്പം ഞാനിപ്പോൾ ഒരു പുതിയൊന്ന് കണ്ടുപിടിച്ചു, പക്ഷെ എനിക്കത് സംസാരിക്കാനോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ലെന്നെങ്കിൽ ബാക്കി ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ദെയർ ഐഡിയ. ഓക്കെ, ആൻഡ് engineers have technical people have the ability, they are very poor communicators. Okay, I'm an engineer, so I can say that. So our പലപ്പോഴും അവരുടെ ബിഗസ്റ്റ് fault എന്ന് പറയുന്നത് they have all the idea ഉണ്ട്, പക്ഷെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല. It always goes to somebody else. So from a teacher's point of view, I believe communication doesn't mean the correct ഭാഷ പറയണമെന്നില്ല. ഓക്കെ, ഇത് ഒരു വിധത്തിൽ തന്നെ പറയണമെന്നോ അങ്ങനെ ഒന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ ഇസ് ക്യാൻ യു ടോക്ക് വിത്ത് എംപത്തി, ക്യാൻ യു ടോക്ക് വിത്ത് അറ്റ് ദ ലെവൽ ദറ്റ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ദേ ആർ ആക്ച്വലി യു ഓൾറെഡി സ്റ്റാർട്ടിങ് ടു മേക്ക് ദ കോൺടാക്ട് ആൻഡ് മേക്ക് ദ കണക്ഷൻ. സോ ഇറ്റ് ഈസ് ഒരു നല്ല പ്യുവർ ഇംഗ്ലീഷ് പറയണമെന്നോ പ്യുവർ മലയാളത്തിൽ പറയണമെന്നോ അങ്ങനെ ഒന്നും. കമ്മ്യൂണിക്കേഷൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ലാംഗ്വേജ്. ഓക്കെ, how does a mother communicate with the child? Okay, and the child cannot understand the words that mother says, and mother cannot understand any of the things that the child says, because they both look at each other. They can understand because of the love and empathy. They can understand what is lacking. So communication is already built into us. As a teacher, it is absolutely important to have that level of communication with the student, which comes back in as respect. It comes back in and change of their own life, that the students have gone through. So I don't know if I answered the question. Okay. Yes, you did. Thank you very much. Sir, നമ്മുടെ സൂമിലും ഫേസ്ബുക്കിലുമായിട്ട് കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്നാലും നമുക്ക് സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് അധികം ചോദ്യങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അവസാനമായി നമുക്ക് ഡോക്ടർ തോമസിന്റെ അടുത്ത് ഒരു ചോദ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ഇപ്പം 12,000 കൂടുതൽ കമന്റ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ലൈവ് സ്ട്രീമില്. അതിൽ വന്നൊരു കമന്റ് ഞാൻ എടുത്തു പറയുന്നു. അതിലൊരു കുട്ടി പറഞ്ഞിരിക്കുന്നത്, എനിക്ക് പേര് വായിക്കാനുള്ള സമയം കിട്ടിയില്ല, കമന്റ് അങ്ങ് മാറിപ്പോയി. അതിൽ പറഞ്ഞിരുന്നത്, എനിക്കൊരു ഓൺട്രപ്രനർ ആവാൻ താല്പര്യമുണ്ട്, പക്ഷെ എന്റെ അച്ഛനല്ലാതെ മറ്റാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതേ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ സൂമിൽ വന്നൊരു ചോദ്യമാണ്. ആദിത്യൻ ചോദിച്ച ചോദ്യം, ഒരാളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ അയാൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളോ രക്ഷിതാക്കളോ അധ്യാപകരോ പരമാവധി തിരിച്ചറിയാറുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ പരിമിതികളുള്ളവരും അതിനുള്ള മാർഗങ്ങൾ നഷ്ടപ്പെട്ടവരും ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് തന്നെ എങ്ങനെ അത് തിരിച്ചറിയാം? അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ആദ്യത്തെ ചോദിച്ചത്. ഇതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത്?
തോൽവികൾ എത്ര വന്നാലും വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ മുതിരുന്നുവോ, അല്ലെങ്കിൽ എന്ത് നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയുന്നുവോ, ഒറ്റ വാക്കിൽ അത് നമുക്ക് നമ്മുടെ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ടാലന്റ് അല്ലെങ്കിൽ നമ്മുടെ പാഷൻ തന്നെയാണ്. ആ കാര്യം എൻ്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞതിന്റെ ഇത് എടുത്ത് പറയട്ടെ, എത്ര പേര് എതിർത്താലും നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. എതിർപ്പ് കൂടുന്തോറും ഒരു പരിധി വരെ നമ്മൾ അത് കൂടുതൽ ചെയ്യാൻ തുടങ്ങും. എല്ലാവർക്കും, ഇപ്പൊ അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ഒരു പരിധി വരെ മാത്രമേ ആളുകൾക്ക് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിനപ്പുറത്ത് ഇങ്ങനെ ഒരു എതിർപ്പ് വരുന്നതും യഥാർത്ഥത്തിൽ നമ്മളിൽ ഒളിഞ്ഞു കിടപ്പുള്ള ഈ ടാലന്റ് അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ എക്സലന്റ് ആയിട്ട് പിന്നീട് ചെയ്യാൻ പോകുന്ന എക്സലൻസിലേക്ക് പോകുന്നതിന്റെ തുടക്കം ഈ എതിർപ്പിൽ നിന്ന് തന്നെയാണ്. എതിർപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ വളരെ സ്വസ്ഥമായിട്ട് കഴിയാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് അവരെ പുറത്ത് ആക്കുമ്പോൾ മാത്രമാണ് അവർ എക്സലൻസിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ പിന്നെ ലോകത്ത് വേറെ ആരും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് അതിനുള്ള മറുപടി. അച്ഛനെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ഇവരാരും സപ്പോർട്ട് ചെയ്യാത്തവർ പോലും, നമ്മൾ എത്ര പേരുടെ ഹിസ്റ്ററി നോക്കിയാലും ചരിത്രം കേൾക്കുമ്പോഴും അറിയാം, എല്ലാവരും എതിർത്തിട്ടും ഇയാൾ ഇത് തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ട്? കാരണം ആ ഇന്നർ ഫയർ ഉണ്ട്. എതിർപ്പുകളാണ്, തീയിലാണ് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തീയിൽ കുരുക്കുന്നത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് എതിർപ്പുകൾ. ഇന്നത്തെ നമ്മുടെ വിദ്യാർത്ഥികളുടെ, നമ്മുടെ കുട്ടികളുടെ പ്രശ്നം പ്രധാനമായിട്ടും ഈ ചലഞ്ചസിനെ അന്ത്യത്തോളം, അല്ലെങ്കിൽ ആ ചലഞ്ചസ് ഒരു പരിധി കഴിയുമ്പം നമ്മൾക്ക് താഴെയാകും, ആ ലിമിറ്റിന് മുകളിൽ നമ്മളാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, സ്വപ്നം കണ്ടുകൊണ്ട് ചലഞ്ചസിനെ അതിജീവിച്ച് നമ്മൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന ഒരു സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസിക ശക്തിയാണ് വേണ്ടത്. തീർച്ചയായിട്ടും മാതാപിതാക്കളും അധ്യാപകരും സഹായിക്കേണ്ടത് വളരെ പ്രധാനമാണ്, സംശയമില്ല. ആ സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. തോൽറ്റോട്ടെ, ഇത് കാണിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമായിക്കോട്ടെ, പക്ഷേ ആ സ്പാർക്ക് ഇതൊരു ശരിയായ സ്പാർക്ക് അല്ലെങ്കിൽ ഇറ്റ് വിൽ ഡൈ അവേ ഓൾസോ. പല കാര്യങ്ങൾ പരീക്ഷിച്ചാണ് യഥാർത്ഥത്തിൽ എത്തിപ്പെടുന്നത് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞത് കൊണ്ട് തന്നെ. അപ്പം നമുക്ക് തോന്നുന്ന ആ സ്പാർക്ക് ആരെങ്കിലും ഒരാൾ തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ അവർ മറ്റു പല കാര്യങ്ങളും കൊണ്ട് സപ്പോർട്ട് ചെയ്യാത്തതാണ്. എങ്കിലും അത് ഇന്നത്തെ സാഹചര്യത്തിൽ അനേകർക്ക് തിരിച്ചറിയാവുന്ന ഒത്തിരി മീഡിയകളുണ്ട്. ഇപ്പൊ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മീഡിയകളിലെല്ലാം ആൾക്കാരെ ഉപദ്രവിച്ചെങ്കിലും തങ്ങളുടെ സ്പാർക്ക് പുറത്തു കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാറുള്ളത്. Niranjana, can I just answer that question? And because our kutti wanted to be an entrepreneur, and അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. So I just have to എന്തെങ്കിലും ഒരു ആൻസർ പറയണം അതിന്. സോ അല്ല, അത് ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് തിങ് ഓരോ പലരും പറയും ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ചെയ്യരുത്, ബിക്കോസ് തോറ്റാൽ എന്ത് പറ്റും. ഓക്കെ, അതാണ് പലർക്കും പേടിയുള്ളത്. എന്ന് വെച്ചാൽ ഓൺടർപ്രണർഷിപ്പ് ഇസ് ആക്ച്വലി ദ കോമ്പിനേഷൻ ഓഫ് ഓൾ ദ ടാലൻറ്റ്സ് ടുഗെദർ. അവർ റിസ്ക് എടുക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, ഇന്റർ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ വേണം, അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലേ ഒരു 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 കമ്പനി തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ അതാരണമാണ് പലരും പലപ്പോഴും തോക്കുന്നത്. പക്ഷെ അത് ഓരോ പ്രാവശ്യം തോക്കുമ്പോൾ യു ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഫെയിൽഡ്, അത് മാസ്റ്റർ ചെയ്യാതെ പോവുക. സോ ഈ പലരും പറയുന്നത് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് അത് യു വിൽ ആക്ച്വലി ഫെയിൽ, യു ലൂസ് എവറിത്തിങ്. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഒരു ഓൺടർപ്രണർ തോക്കുകയാണെങ്കിൽ എന്ത് പറ്റും? യു ലോസ് സം മണി. ഇഫ് യു റിയലി സക്സീഡ് you could make $1 billion company. Okay, so downside is actually very little, upside is very high. Okay, so that means the chances of failure is lower than you think, because if you have a fear of failure, that occupies your mind more than you realize. So any failure, potential of failure is amplified in your head. So അപ്പോൾ ഒരു 5% തോക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടെങ്കിൽ ഒരു 80% നമ്മൾ മനസ്സിൽ കാണുന്നത്. പക്ഷെ അതുപോലെ ഒന്നും കാണത്തില്ല. ഓക്കെ, സോ ദെൻ യു ആക്ട് അക്കോർഡിംഗ് ടു ദാറ്റ് ആസ് ഇഫ് യു ആർ ഗോയിങ് ടു ഫെയിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ പാർട്ട്. ഇഫ് യു റിയലി ലുക്ക് അറ്റ് ദ downside and upside of an entrepreneur, downside is very little, and that is your learning. I call it the tuition fee for learning. Okay, കുറച്ച് കാശൊക്കെ എൻ്റെ ആദ്യത്തെ 2 കമ്പനി പൊളിഞ്ഞു, അതിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, എങ്ങനെ ചെയ്യേണ്ടതെന്ന്. But the upside is very, very high. But if you think about
a soldier. Upside and downside are very different. Okay, you think about risk when you think about risk as from an entrepreneur. Entrepreneur is not taking any kind of entrepreneur never comes, company fails, nobody's going to come and kill him. Okay, or there's no enemy or anything like that. So why are we scared of becoming an entrepreneur? Okay, I'm just trying to put it in perspective that entrepreneur is not as entrepreneurship is not as risky of a game to play, but actually the upside is way higher than the downside. Okay. Thank you, sir. എനിക്കൊന്ന് നമ്മുടെ രണ്ട് സ്പീക്കേഴ്സും പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. ഞാൻ അടുത്ത കൺക്ലൂഡ് ചെയ്യാൻ വിജയഭാസ്കർ സാറിനെ ഇൻവൈറ്റ് ചെയ്യും. ജസ്റ്റ് അതിന് മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ വന്ന വേറൊരു കമന്റ് കൂടെ വായിക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ഇപ്പം ഡിസ്കസ് ചെയ്ത ചോദ്യവും അതിനുള്ള ഉത്തരവും ഇസ് വെരി റെലവെന്റ് ടു ദിസ് കമന്റ്. അത് പറഞ്ഞിരിക്കുന്നത് ഹൗ ക്യാൻ വി ഫോക്കസ് ഓൺ അവർ എബിലിറ്റീസ് ആൻഡ് സൊസൈറ്റി ഈസ് ഫോക്കസ്ഡ് ഓൺ റിസൾട്ട് എന്നാണ്. So I think whatever our speakers have said today has done a lot to talk about letting people fail and saying that failure is nothing but a stepping stone to success. So before that, if the whoever wanted to be an entrepreneur, please ask the person to contact me on Facebook or LinkedIn or anywhere, and I'd love to talk to the person. Thank you very much. വിജയഭാസ്കർ സർ, നമ്മുടെ രണ്ട് സ്പീക്കേഴ്സിനോടും വലിയൊരു നന്ദി. കൺക്ലൂഡ് ചെയ്യാൻ വിജയഭാസ്കർ സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു വണ്ടർഫുൾ സെഷൻ കഴിഞ്ഞ് അത് അവസാനിപ്പിക്കേണ്ടി വരുന്നൊരു വിഷമത്തിലിരിക്കുകയാണ് ഞാൻ. സാർ വിജയൻ സാർ, ഞാൻ കൺക്ലൂഷനിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് സാറിന് രണ്ടു വാക്ക് സംസാരിക്കുന്നു സാർ. Nothing more to say. Thank you so much. രണ്ട് ഗ്രേറ്റ് ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് ഇറ്റ്സ് റിയലി നമ്മള് ഒരു എന്താ പറയാ ടീച്ചേഴ്സ് ഡേ ഈവ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയി മാറ്റാൻ പറ്റിയെന്നുള്ളത് റിയലി. കാരണം വളരെ ഹൃദയത്തിൽ നിന്നുള്ള നല്ല കുറച്ച് വാക്കുകളും ഒരുപാട് ആളുകൾ ഇൻസ്പയർ ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ തോമസ് മാത്യു, പ്രൊഫസർ രാജേഷ്. റിയലി താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഈ വാക്കുകളല്ലാതെ പ്രവർത്തികളോട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ MBTയിൽ കുറെ ശ്രമം നടത്തുന്നുണ്ട്. Hopefully, I hope that you be part of us. That is guiding youngsters to excel themselves. That's a part work നമ്മൾ ചെയ്യുന്നത്. ഒരു ചോദ്യം ഇതിനകത്ത് വന്നിരുന്നു, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ട്, അത് മാത്രം പറഞ്ഞ് ഞാൻ അവിടെ നിർത്താം. ഈ നമ്മളെ ഓൺലൈൻ എഡ്യൂക്കേഷൻ കാലഘട്ടത്തിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ വിഷ് ചെയ്യേണ്ടത് അമ്മമാരല്ലേ എന്ന് ചോദിക്കുന്നു. അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷെ അതിന് മുമ്പൊരു കാര്യം, നമ്മൾ ഭാരതീയർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, മാതാ പിത ഗുരു ദൈവം എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ആണെങ്കിലും ആദ്യം നമ്മളുടെ ഗുരു, നമ്മുടെ ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്നത് എന്താണ്? അമ്മ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഓൺലൈൻ ആകാത്ത കാലത്തും കൂടി അമ്മയെ വിഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട്, മദർ അല്ല, നമ്മൾ പ്രകൃതിയാണ് ഏറ്റവും വലിയ ടീച്ചർ, അതിനും നമ്മൾ അമ്മയായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മളെ ജനിപ്പിച്ച അമ്മയായിരുന്നാലും പ്രകൃതി ആയിരുന്നാലും ആ അമ്മക്ക് വഴങ്ങിക്കൊണ്ട് നമുക്ക് ഈ ടീച്ചേഴ്സ് ഡേ അവർക്ക് വേണ്ടി സമർപ്പിക്കാം. താങ്ക് യു സർ. ഞാൻ ഫോർമലി ഈ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാനും വോട്ട് ഓഫ് താങ്ക്സ് രേഖപ്പെടുത്താനാണ് ഇരിക്കുന്നത്. സാറ് ഇപ്പൊ പറഞ്ഞ ആ മാതാപിതാ ഗുരു ദൈവം എന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരു എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം കുട്ടികളെ മോൾഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയായിരിക്കണം ചെയ്യേണ്ടതിനെ കുറിച്ച് ഇതിലും ഭംഗിയായിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഇന്ററാക്റ്റീവ് സെഷനിൽ കൂടെ മനസ്സിലാക്കിയിട്ടില്ല. രണ്ടുപേരുടെയും ആ ഡെപ്ത് ഓഫ് നോളജും ആ ഇൻവോൾവ്മെന്റും കുട്ടികളോടുള്ള ആ പാഷനും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരായിരുന്നെങ്കിൽ എല്ലാവരും എങ്കിൽ എന്തുമാത്രം ഒരു മനോഹരമായ ബെറ്റർ ടുമോറോ നമുക്ക് സൃഷ്ടിച്ചെടുക്കാമായിരുന്നു. അത് ഇത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെയധികം ഭാഗ്യമായിട്ട് കാണുകയാണ് അതിന്റെ പാർട്ടാവാൻ കഴിഞ്ഞതിലും. അപ്പം ഫോർമലി ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ മിഷൻ ബെറ്റർ ടുമോറോയുടെ ആക്ച്വലി ഇത് 3rd സീരീസ് അൺലീഷിംഗ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന പ്രോഗ്രാമിന്റെ 3ാമത്തെ എപ്പിസോഡായിരുന്നു എന്ന്. നമ്മുടെ ടീച്ചേഴ്സ് ഡേയുടെ ഈവിൽ തന്നെ ഇങ്ങനെ ഒരു വിജയൻ സാറിന് നിർബന്ധമായിരുന്നു ടീച്ചേഴ്സിനെ തന്നെ കൊണ്ടുവരണം എന്ന്. അത് നമുക്ക് എന്തായാലും സാധിച്ചു. ഇന്നത്തെ ടീച്ചേഴ്സിന്റെ നമുക്ക് കിട്ടിയ ഒരുപാട് ഇതുവരെ അറിയാൻ പാടില്ലാത്ത ഒരുപാട് അറിവുകളുണ്ട്. ഡോക്ടർ തോമസ് മാത്യു അദ്ദേഹം പറഞ്ഞത് സൗഹൃദമാണ് ഏറ്റവും വലിയ ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ എംപത്തറ്റിക് അപ്രോച്ച് ആൻഡ് പാഷൻ ടുവേർഡ്സ് എക്സ്പ്ലോറേഷൻ
മെന്റർ, അതുപോലെ അദ്ദേഹം പറഞ്ഞ വലിയൊരു കാര്യം, മെന്റർ എപ്പോഴും അദ്ദേഹത്തിന്റെ മെന്റിയുടെ അച്ചീവ്മെന്റ്സിനെ സെലിബ്രേറ്റ് ചെയ്ത ഒരാളായിരിക്കണം എന്ന് പറഞ്ഞു. ഇത്രയും മനോഹരമായ വാക്കുകൾ പറഞ്ഞ ഞങ്ങളോട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത ഡോക്ടർ തോമസ് മാത്യുവിനോട് ഞങ്ങളുടെ എല്ലാ ടീം അംഗങ്ങളുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളുടെയും പേരിൽ ഒരു ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ പ്രൊഫസർ രാജേഷ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് എപ്പോഴും എല്ലാവർക്കും ആവശ്യമുള്ള ലേൺ ഫ്രം ഫെയിലുവർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് എപ്പോഴും പേടിയാണ്, ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റത്തില്ലേ, ആ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും എന്നുള്ള കാര്യം അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ വളരെ വാലിഡായിട്ട് കാര്യമാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം. സാറ് പറഞ്ഞത് ഒരിക്കലും ടീച്ചേഴ്സ് ഇൻഫർമേഷൻ പ്രൊവൈഡേഴ്സ് ആവണ്ട, ടീച്ചേഴ്സ് എപ്പോഴും ഇൻഫർമേഷന് പകരം ഇൻസ്പിറേഷൻ കൊടുത്താൽ മതി എന്നാണ്. സോ ദാറ്റ് ദേ വിൽ ഡെവലപ്പ് കോൺഫിഡൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അറ്റ് ദ സെയിം ടൈം ദേ ക്യാൻ ഗെറ്റ് സെൽഫ് ലേണിംഗ് എബിലിറ്റീസ്. ഇത് തന്നെയാണ് ശരിക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു വലിയ നന്ദി സാർ, ഞങ്ങളോട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും. മാത്രമല്ല ഇപ്പം അങ്ങ് പറയുകയും ചെയ്തു ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിലും വലിയൊരു നന്ദി. പിന്നീട് നന്ദി പറയേണ്ടത് നമ്മുടെ MBT ടീം അംഗങ്ങൾക്ക്, വിഷൻ ബെറ്റർമാരുടെ ടീം അംഗങ്ങൾക്ക്, SPC ടീം, അതുപോലെ നന്മ ടീം, റോട്ടറി, ഒരുപാട് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം നന്ദി പറയുന്നു. പിന്നെ പാർട്ടിസിപ്പൻസ്, നിങ്ങളാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഏകദേശം 1000-ഓളം പാർട്ടിസിപ്പൻസ് പിന്നെ നമ്മുടെ സൂമിലുണ്ടായിരുന്നു. വളരെയധികം നന്ദി. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നു. ക്യൂരിയോസിറ്റി, ദ എൻജിൻ ഓഫ് എക്സ്പ്ലോറേഷൻ. നമ്മുടെ ഈ അൺലീഷിംഗ് ഹ്യൂമൻ പൊട്ടൻഷ്യലിന്റെ അടുത്ത ഒരു എപ്പിസോഡ് ഇത് തന്നെയാണ്. ക്യൂരിയോസിറ്റി എങ്ങനെയാണ് ദ എൻജിൻ ഓഫ് എക്സ്പ്ലോറേഷൻ ആയി മാറുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you very much. Thank you very much.